സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ഐ ആം നോട്ട്. ലോകത്തെ മേൽകീഴ് മറിക്കാൻ പോകുന്ന പവറാണ് ഗോസ്പൽ. ഇറ്റ് ഈസ് എ പവർ ദാറ്റ് ഈസ് ഗോയിങ് ടു ടേൺ ദ വേൾഡ് അപ്സൈഡ് ഡൗൺ. പവർ. കർത്താവിന് മഹത്വം കൊടുക്കാം. ഒരു ദിവസം കൂടി കർത്താവിൻ്റെ മുമ്പിലേക്ക് വരാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, കർത്താവിൻ്റെ എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയാൻ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് നന്നായിട്ടൊന്ന് കരങ്ങളടിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം യോഹന്നാൻ്റെ 1-ാം ലേഖനം കേട്ടാൽ മതി. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ, അപ്പൊ അതൊന്ന് പറയണം. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഇങ്ങനെ പറയാം, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. എന്നോടെ പറയാം, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അന്ധകാരത്തെ ഭയപ്പെടാത്തത്. അതുകൊണ്ടാണ് നമ്മൾ അന്ധകാരത്തെ ഭയപ്പെടാത്തതിന്റെ കാരണം നമ്മുടെ ഉള്ളിലുള്ളവൻ. ലോകത്തില് ആരൊക്കെയാ ഉള്ളത്? ലോകത്തില് ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ പ്രഭാവലയത്തിലാണ്. അപ്പൊ ലോകത്തില് ഉള്ളത് ഒന്ന് ദുഷ്ടനുണ്ട്, പിശാചുണ്ട്, ദുഷ്ട മനുഷ്യരുണ്ട്. അവരെക്കാളും വലുതാണ് ആര്? നമ്മുടെ ഉള്ളിൽ. അതാണ് മനുഷ്യൻ. നമ്മൾ അന്ധകാരത്തെ, തിന്മയെ, പൈശാചികതയെ ഭയപ്പെടാത്തത് അതുകൊണ്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നോ? അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ ഇങ്ങനെ പറയില്ലേ, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് അടുത്തത് സർവ ഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ ഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതാണ് ഒരു മനുഷ്യന്റെ ബലം. ഇന്നത്തെ കാലത്ത് മനുഷ്യന് ബലമില്ല. അച്ഛന്മാർക്കും ഒന്നും ബലമില്ല. ആത്മഹത്യ ചെയ്യുന്ന അച്ഛന്മാരെ ഉൾപ്പെടെ നമ്മൾ കാണേണ്ടി വരികയാണ്. ആത്മഹത്യ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ ഉൾപ്പെടെ നമ്മൾ കാണേണ്ടി വരികയാണ്. എന്തുകൊണ്ടാ? ബലമില്ല. ഭയം. ഭയം മനുഷ്യനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഭയാനകമായ ഒരു കാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? പണ്ടൊക്കെ ആണെങ്കിൽ എന്ത് സങ്കടം ഉണ്ടെങ്കിലും അച്ഛനോട് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ അച്ഛൻ തന്നെ ഭയപ്പെട്ട് ആത്മഹത്യ ചെയ്യുക. കുറ്റപ്പെടുത്തുകയല്ല, അങ്ങനൊരു കാലം ആവുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തരം അടിസ്ഥാന ബോധ്യങ്ങളെ മുറുകെ പിടിക്കേണ്ടതുണ്ട്. എന്ത് സംഭവിച്ചാലും എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ. അപ്പൊ ഒന്നുകൂടെ പറ, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ. അപ്പൊ അതൊന്ന് നോക്കി വായിച്ചേ. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ. അപ്പൊ അതങ്ങോട്ട് ആഴത്തിൽ ബോധ്യപ്പെടണം. ആഴത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പോൾ ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഒന്ന് ഹൃദയത്തിലേക്ക് നമ്മളൊരു വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പൊ അതിനു മുമ്പ് ചില ബോധ്യങ്ങളൊന്ന് മനസ്സിൽ ഉറപ്പിച്ചു. രണ്ടാമതായിട്ട് ഈശോ പറഞ്ഞു, അതായത് നമ്മുടെ ഉള്ളിൽ, ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? യേശുവുണ്ട്. നമ്മൾ വെളിയിലുള്ള ഒരു ദൈവത്തോടല്ല പ്രാർത്ഥിക്കുന്നത്. പിന്നെ ആരോടാ? നമ്മുടെ ഉള്ളിലുള്ള മാമോദീസ വഴി നമ്മുടെ ഉള്ളിൽ ത്രിയേക ദൈവം ജീവിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ. ഇതങ്ങോട്ട് വിശ്വസിക്കാൻ മനുഷ്യനങ്ങോട്ട് പറ്റിയിട്ടില്ല കാര്യമായിട്ട്. നമ്മളിപ്പോഴും വെളിയിലുള്ളൊരു ദൈവത്തെ ഇങ്ങനെ ആരാധിച്ച് ദൈവം വെളിയിലുണ്ട്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ആരാധിക്കുന്നത് അവന്റെ
ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെയാണ്, അവൻ്റെ ഉള്ളിൽ ആത്മാവിൽ ത്രിയേക ദൈവം ജീവിക്കുകയാണ്. ആ ജീവിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ അതാണ് ഈശോ പറഞ്ഞു തന്ന ഒരു കാര്യം. ഇത് മനസ്സിൽ അങ്ങോട്ട് മാറാതെ കിടക്കട്ടെ. ഇനി ലൂക്കാ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എടുക്കണ്ട, ജസ്റ്റ് ഞാൻ വായിക്കാം. ഇപ്പൊ നിങ്ങൾ എടുക്കണ്ടൊക്കെ ഞാൻ പറയാം. അപ്പോ ലൂക്കാ സുവിശേഷത്തിലേക്ക് വരുമ്പോ വീണ്ടും പറയുന്നുണ്ട്, കർത്താവിന്റെ ആത്മാവ് ഒരു കാര്യം പഠിപ്പിക്കും. ലൂക്കാ അല്ല, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോ പിശാചിനെ ബഹിഷ്കരിക്കുന്ന ഭാഗത്ത് കർത്താവ് ഒരു കാര്യം പഠിപ്പിക്കും. മത്തായിയുടെ സുവിശേഷത്തിന്റെ 12-ാമത്തെ അധ്യായത്തില് കർത്താവ് ഇങ്ങനെ പറയും. 28-ാമത്തെ വാക്യം, 12:28. എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇടയിൽ അപ്പൊ ഒന്ന് സാവകാശം ഒന്ന് മനസ്സിലാക്കണം. ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ. ഇപ്പൊ പിശാചിനെ ബഹിഷ്കരിക്കുന്നത് ആരാണ്? മനുഷ്യരല്ല യഥാർത്ഥത്തിൽ. പിന്നെ ആരാ? പരിശുദ്ധാത്മാവാണ്. എപ്പോഴും ഓർത്തോണം, പൈശാചികതയെ ബഹിഷ്കരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ ഞാൻ ദൈവാത്മാവിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം. അപ്പൊ ഒന്ന് സാവകാശം ശ്രദ്ധിച്ചേ. ദൈവരാജ്യം വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പൊ നിന്റെ ജീവിതത്തിൽ ദൈവരാജ്യം വന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആരാണ് ഭരിക്കുന്നത്? ദൈവം. ദൈവം രാജ്യം എന്ന് പറഞ്ഞാൽ ദൈവമാണ് രാജാവ്, ദൈവമാണ് ഭരിക്കുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തെയും അപ്പോൾ നിയന്ത്രിക്കുന്നത് ആരാണ്? ദൈവം. എല്ലാ കാര്യത്തിന്റെ മേലും അധികാരമുള്ളത് ആർക്കാണ്? ദൈവത്തിന്. എല്ലാ കാര്യങ്ങളും ആരുടെ അറിവോടാണ് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും, അത് നന്മയാവട്ടെ തിന്മയാവട്ടെ, ഇതെല്ലാം ദൈവത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. ദൈവത്തിന്റെ അധികാര പരിധിയിൽ വരും, ദൈവത്തിന്റെ നിയന്ത്രണത്തിനകത്ത് വരുന്നതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന്റെ നിയന്ത്രണത്തിനകത്ത്. അപ്പോ പറയാണ്, ദൈവം ഭരിക്കുകയും ദൈവം ജീവിതത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരുന്നു. എപ്പോഴാണ്? ദൈവാത്മാവിനെ കൊണ്ട് ഞാൻ പിശാചിനെ ബഹിഷ്കരിക്കുമ്പോ. നമ്മളെല്ലാവരുടെ ഉള്ളില് പരിശുദ്ധാത്മാവുണ്ട്. അന്ന് വായിച്ചേ, മത്തായി 12:28. ഒന്ന് സ്ക്രീനിൽ നിന്നൊക്കെ വായിച്ചേ. എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? യേശുണ്ട്. നമ്മുടെ ഉള്ളിൽ യേശുണ്ട്. 2, ഇവിടെ പറയുകയാണ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് പിശാചിനെ ബഹിഷ്കരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പിശാചിനെ ബഹിഷ്കരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവ് വിശ്വാസം വഴി, യേശു വിശ്വാസം വഴി നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ യേശു പിശാചിനെ ബഹിഷ്കരിക്കും. അപ്പൊ അതാണ് മർക്കോസ് 16 പറയുന്നത്. നിങ്ങൾ അതും വായിക്കണ്ട, കേട്ടാ മതി. മർക്കോസ് 16 മുതലുള്ള വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? ഞാൻ വായിക്കാം. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കുന്നവരോട് കൂടെ. അപ്പോ സ്ക്രീനെ നോക്കി വായിച്ചു. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ. നിർത്തിക്കേ. വിശ്വസിക്കുന്നവരോട് കൂടെ. എന്ത് വിശ്വസിക്കുന്നവരോട് കൂടെ? യേശുവിൽ വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും. ഓക്കെ. ഇപ്പൊ പിശാചുക്കളെ ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞാൽ ആരിലെ പിശാചിനെ ബഹിഷ്കരിക്കും? വെളിയിലുള്ള പിശാചിനെ അല്ല. ഭർത്താവിന്റെ പിശാച് പോട്ടെ, ഭാര്യയുടെ പിശാച് പോട്ടെ, അച്ഛന്റെ പിശാച് പോട്ടെ, അങ്ങനല്ല. ആരുടെ? ഈ വിശ്വസിക്കുന്ന ആള് തന്നിൽ വസിക്കുന്ന ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ യേശുവിന്റെ ശക്തിയിൽ പിശാചിനെ ബഹിഷ്കരിക്കും. വിശ്വസിക്കുന്നവരോടുകൂടി അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവൻ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ച് ഈ അനുഭവം ഒന്ന് ആഴപ്പെട്ട് പ്രാർത്ഥിക്കാൻ പോകണം. എന്താണ്? എൻ്റെ ഉള്ളിൽ ആരുണ്ട്? യേശു ഉണ്ട്. എൻ്റെ ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. അപ്പൊ എൻ്റെ ഉള്ളിൽ യേശുവും ഉണ്ട്, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ ബോധ്യം എന്നിൽ ആഴപ്പെടുമ്പോൾ, ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാരങ്ങൾ വിട്ടുപോകും. അന്ധകാരം പലതരത്തിലാണുള്ളത്. നിരാശ,
ആത്മഹത്യാ ചിന്ത, മടുപ്പ്, കോപം, വൈരാഗ്യം, വെറുപ്പ്, പ്രതികാര ചിന്ത, ഭിന്നത, കലഹം, പല മോഹങ്ങൾ, പിന്നെ സെക്ഷുവലായ ചിന്തകൾ, ജഡിക പാപങ്ങൾ, ലൈംഗിക അരാജകത്വം, തഴക്കദോഷങ്ങൾ, ദ്രവ്യാഗ്രഹം, അസൂയ, കൊലപാതകം, ആത്മഹത്യ, ഇതെല്ലാം പൈശാചിക പ്രവർത്തനങ്ങളാണ്. ഇതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത് എപ്പോഴാണ്? നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് നിറയുമ്പോഴാണ്. ദൈവാത്മാവ് നിറയുമ്പോഴാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ ആഴപ്പെട്ടില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം എല്ലായിടത്തും മനുഷ്യനെ മനസ്സ് മടുപ്പിക്കുന്ന അനുഭവങ്ങളാണ് എല്ലായിടത്തും ഇങ്ങനെ മനുഷ്യന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് മാറുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഇനി കൂടിക്കൂടി വരുത്തേ ഉള്ളൂ. നമ്മൾ ഒരു എന്ത് ചെയ്യുക? കർത്താവ് പറയണ സത്യം കൊണ്ട് അരമുറുക്കി, നീതിയുടെ കവചം ധരിച്ച്, സമാധാന സുവിശേഷത്തിന്റെ സന്നദ്ധതയാകുന്ന പാദരക്ഷകൾ ധരിച്ച്, പ്രത്യാശയുടെ പടത്തൊപ്പി അണിഞ്ഞ്, പിന്നെ വിശ്വാസത്തിന്റെ പരിചയം എടുത്ത്, ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുത്ത് മുന്നോട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമുക്കിനി ഒന്നുമില്ല. നമുക്കിനി അല്ലാതെ ഇനി നിങ്ങൾ അങ്ങനെ പെരുമാറാൻ പാടില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇനി കാര്യമൊന്നുമില്ല. നമ്മളൊരു പ്രതിരോധം തീർക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളൊരു സംരക്ഷണം തീർക്കുക. നമുക്ക് ചുറ്റും തിന്മ വരാതിരിക്കാം. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് നന്നായിട്ടൊന്ന് തുറന്ന് പ്രാർത്ഥിക്കാൻ പോകണം. ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കണം, തുറക്കണം. നമ്മുടെ ഉള്ളില് ആരുണ്ട്? നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പറഞ്ഞ ഹല്ലേലൂയാ. ഞാൻ എറണാകുളത്ത് കാക്കനാട് അവിടെ ധ്യാനം നടത്തുമ്പോൾ, ഒരു വൺ ഡേ നടത്തുന്ന സമയത്ത് ഒരു അമ്മച്ചി ഒരു കത്തെൻ്റെ കയ്യിൽ തന്നു. പിന്നെ വായിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ കത്ത് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് അമ്മ പറയുകയാണ്, ഞങ്ങൾ ഭാര്യയും ഭർത്താവും വർഷങ്ങളായിട്ട് 2 മുറിയിലാണ് ഉറങ്ങുന്നത്. നല്ല പ്രായമുണ്ട് അമ്മച്ചിക്ക്. അമ്മച്ചിയും അപ്പച്ചനും 2 മുറിയിലാണ് ഉറങ്ങുന്നത്. ഇത്തിരി മുറിയുള്ളോണ്ടായിരിക്കും അല്ലേ? അല്ലേ? അപ്പോ എന്നിട്ട് അമ്മച്ചി എഴുതിയിരിക്കുകയാണ്, അച്ഛനിങ്ങനെ യേശുവേ യേശുവേ എന്ന് വിളിക്കാൻ പറയുമ്പോഴൊക്കെ എനിക്കങ്ങോട്ട് അത്ര ഇഷ്ടം അങ്ങോട്ട് വന്നില്ലത്. യേശുവേ യേശുവേ എന്ന്. എന്നാൽ ഈ അച്ഛൻ കിടന്ന് ഇങ്ങനെ നിർബന്ധിക്കുകയാണല്ലോ എന്നോർത്ത് ഞാനും യേശുവേ യേശുവേ വിളിക്കാൻ തുടങ്ങിയപ്പോൾ അത് നല്ല രസമുണ്ട്. യേശുവേ അങ്ങനെ അങ്ങോട്ട് ഞാൻ യേശുവേ എന്ന് വിളിച്ചു. അപ്പൊ ഈ അമ്മച്ചി അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഞാൻ അങ്ങനെ യേശുവേ നല്ലറി കരഞ്ഞ് വിളിക്കുമ്പോ എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു സാധനം അങ്ങ് പോയി. വീട്ടിൽ ചെന്നപ്പോ മുതൽ എനിക്ക് അപ്പച്ചനോട് ഭയങ്കര സ്നേഹം. ഞാൻ ആലോചിക്കുകയാണ്, നമ്മൾ എന്തിനാണ് 2 മുറി കിടക്കുന്നത്? നമുക്ക് 1 മുറി കിടന്ന പോലെ. അപ്പൊ എനിക്കത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെ ഡാനിയേൽ അച്ഛനൊരു സന്തോഷമായിക്കോട്ടെ എന്ന് ഓർത്ത് ഒരു വല്യമ്മ നുണ എഴുതിയതാന്ന്? നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും കേട്ട് ഒത്തിരി എക്സൈറ്റഡ് ആവുന്ന ആളല്ലെന്ന് എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളുടെ ക്യാൻസർ മാറി, നിങ്ങളുടെ ഇല്ലാത്ത വലത്ത് കാല് മുളച്ചു വന്നു, ഞാൻ എക്സൈറ്റഡ് ആവില്ല. അതിനേക്കാളും ഞാൻ എക്സൈറ്റഡ് ആവുന്നത് നിങ്ങളുടെ കുശുമ്പ് മാറി നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എക്സൈറ്റഡ് ആവും. എനിക്ക് അങ്ങനെയാണ് ഞാൻ എക്സൈറ്റഡ് ആവും. എനിക്കെല്ലാം മറ്റു കാര്യങ്ങളിൽ ഞാൻ അധികം എക്സൈറ്റഡ് ആവുന്ന ആളല്ല. നടന്നോട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഇല്ലാത്ത വലത്ത് കാല് വളർന്നു വരണമെന്ന് എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട്. ഇപ്പോ എന്നാ ഡാനിയേൽ അച്ഛനും സന്തോഷമായിക്കോട്ടെ എന്ന് ഓർത്ത് ഈ അമ്മച്ചി ഒരു നുണ എഴുതി തന്നാണോ? അല്ല. അപ്പൊ ആ അമ്മച്ചിക്ക് അത് ശരിക്കും സംഭവിച്ചതാണത്. എന്താ സംഭവിച്ചേ? യേശുവേ എന്ന് വിളിച്ച സമയത്ത് ഒരു സാധനം അങ്ങ് പോയി. അതാണ് ഈ ഒരു വിശ്വാസത്തിൽ ആഴപ്പെട്ട് കർത്താവിനെ വിളിക്കുമ്പോൾ ഉള്ള സംഭവം. ഇതെന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും ഈ അന്ധകാരം അങ്ങ് പോവാണ്. ഈ വെറുപ്പ്, വർഷങ്ങളായിട്ട് ജീവിത പങ്കാളിയോടുണ്ടായിരുന്ന വെറുപ്പ് ഒരു സ്ത്രീയിൽ നിന്ന് അങ്ങ് മാറിപ്പോവാണ്. നാളെ മുതൽ ഭർത്താവ് ചെയ്യുന്ന എല്ലാ കാര്യവും ഈ അമ്മച്ചിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഒരു പൈശാചികമായ വെറുപ്പുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്നറിയാം? ഈ പിശാച് ലോക ചരിത്രത്തിൽ ആദ്യമായി കാലുകുത്തിയത് എവിടാണ്? പിശാച് ഇങ്ങനെ പറന്നു വന്ന് ലാൻഡ് ചെയ്തത് എവിടാ? ഒരു വീട്ടിലാണ്, ഒരു കുടുംബത്തിലാണ്, ഒരു ദാമ്പത്യത്തിലാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ? ഒരു ദാമ്പത്യത്തിനകത്തേക്കാണ് ഈ പുരാതന സർപ്പം എന്ന പാപത്തിന്റെ കരിനാഗം ഇഴഞ്ഞു കയറിയത്. ഒരു കുടുംബത്തിനകത്തേക്ക്, ആദത്തിന്റെയും ഹവ്വയുടെ വീടിനകത്ത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, സാത്താന്റെ ടാർഗറ്റ് പോയിന്റുകളിൽ ഒന്നാണ് ദാമ്പത്യം.
അപ്പൊ പിശാച് എങ്ങനെയും ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ എല്ലാ പണിയും ഒപ്പിക്കും. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാതിരിക്കാൻ എല്ലാ പണിയും ഒപ്പിക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ വളരെ സ്നേഹത്തിലൊക്കെ ജീവിച്ചിരുന്ന എനിക്കറിയാവുന്ന ചില കുടുംബങ്ങളിൽ പെട്ടെന്ന് അവരുടെ ഇടയിൽ വെറുപ്പ് രൂപപ്പെടുകയാണ്. പെട്ടെന്ന്. അതെന്താ അങ്ങനെ? മനസ്സിലായില്ലേ? നമ്മൾ രണ്ടുപേരോട് സംസാരിക്കാൻ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് രണ്ടുപേരോട് സംസാരിക്കുമ്പോൾ രണ്ടുപേരും പറയാണ് സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഇത് നിങ്ങൾ സാധാരണ ആണെന്ന് വിചാരിക്കരുത്. ഇത് സാധാരണ കാര്യമല്ല. ഇതിനകത്തൊരു പൈശാചികതയുണ്ട്. നമ്മൾ കാണാത്ത കാര്യങ്ങൾ അതൊക്കെ. അപ്പൊ ഒത്തിരി പ്രാർത്ഥിച്ചും അഭിഷേകത്തിലും നിൽക്കണം. എന്നാലേ ഈശോ കാണുന്ന പോലെ ജീവിത പങ്കാളിയെ കാണാൻ പറ്റും. ഈശോ കാണുന്ന പോലെ ഭർത്താവിനെ, ഭാര്യയെ, മക്കളെ, മാതാപിതാക്കളെയൊക്കെ കാണാൻ പറ്റും. അപ്പനെ, അമ്മയൊക്കെ കാണാൻ പറ്റും. കർത്താവ് കാണുന്ന പോലെ അല്ലേ? അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. റോമാലേഖനം 8-ാമത്തെ അധ്യായം. റോമാലേഖനം 8-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യങ്ങളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. റോമാലേഖനം 8-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. റോമർ 8:14 മുതൽ. നിങ്ങൾക്ക് സ്ക്രീനെ നോക്കി വായിക്കാം. സാവകാശം ഇരിക്കാൻ നേരെയൊക്കെ ഇരുന്ന് സ്ക്രീനിൽ നോക്കി ഓരോ വാക്യം നമ്മൾ വായിച്ച് മനസ്സിലാക്കി പോവുകയാണ്. ഈ ദൈവവചനം പഠിക്കുമ്പോൾ, ഓരോ വചനവും വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കരുത് അതിനകത്തെ ആശയങ്ങൾ ഭയങ്കര കോരിത്തെരിപ്പിക്കുന്ന ആശയങ്ങളാണോ, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് ആവേശം കൊള്ളിക്കുന്ന ആശയങ്ങളാണോ. ഇതൊന്നുമല്ല. ദൈവത്തിൻ്റെ വചനം, എഴുതപ്പെട്ട ഏത് വചനം, ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കി, എഴുതപ്പെട്ട ഏത് വചനം നമ്മൾ വായിച്ചാലും ആ വചനം വായിക്കുമ്പോൾ ഒരനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അത് ഏത് വചനം, അത് വംശാവലി വായിക്കുകയാണെങ്കിലും അനുഗ്രഹമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. വംശാവലി വായിക്കുമ്പോൾ കുറേ പേരുകൾ മാത്രമേ വായിക്കുന്നുള്ളൂ. അതിനകത്ത് ആശയമൊന്നുമില്ല. വംശാവലി വായിച്ച് കോരിത്തിരിച്ച് വല്ലവരും ഇതിനകത്തുണ്ടോ? വംശാവലി വായിച്ചപ്പോൾ ഗൂസ് ബംസ് വന്നവർ വല്ലതും ഇതിനകത്തുണ്ടോ? ഉണ്ടോ? രോമാഞ്ചം വന്നവർ ആരും ഇല്ലല്ലോ. ഇല്ല, ഉറക്കം വന്നതേ ഉള്ളൂ. പക്ഷെ വംശാവലി വായിക്കുമ്പോൾ പോലും അനുഗ്രഹമുണ്ട്. കാരണം എഴുതപ്പെട്ട വചനം, അത് ഏത് വചനം എടുത്ത് വായിച്ചാലും അതിനകത്ത് അനുഗ്രഹമുണ്ട്. കാരണം വചനം പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും. വചനം, അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. എപ്പോഴും എല്ലാം വചനമാണ്. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു പറയുകയാണ്. അതുപോലെ തന്നെ പറയുകയാണ്, അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്യും. എല്ലാം വചനം. അപ്പോൾ വചനം നമ്മൾ വായിക്കുമ്പോൾ ഓരോ വചനവും നിങ്ങൾ മടുക്കരുത്. വചനം, ഓരോ വചനവും വായിക്കണം. ആ വചനം വായിച്ച് അത് മനസ്സിലാക്കി പോകണം. ഈശോ പറഞ്ഞ എന്താണ്? ഒരു വിത്ത് വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ചിലത് വഴിയരികിൽ വീണു. വഴിയരികിൽ വീണപ്പോൾ അതിനെന്ത് സംഭവിച്ചു? മനുഷ്യരതിനെ ചവിട്ടി തേച്ചു. പിന്നെ കുറച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വേറെ കുറച്ച് എന്ത് ചെയ്തു? എവിടെ വീണു? പാറമേൽ വീണു. അപ്പോൾ എന്ത് പറ്റി? കുറച്ച് കിളികൾ വന്ന് കുറച്ച് വചനത്തെ കൊത്തിക്കൊണ്ടുപോയി. എന്താണ് ഈ കിളികൾ വന്ന്? കിളി എന്താ? കാക്കയാണോ കിളി? ഈ ലോകത്ത് ഒരു കാക്ക എന്ന് പറഞ്ഞൊരു കിളിയേ ഉള്ളോ? കിളി എന്ന് പറഞ്ഞാൽ പിശാചാണ്. അതായത് വിതയ്ക്കപ്പെട്ട വചനത്തെ ആര് വന്ന് എടുത്തുകൊണ്ട് പോകും? പിശാച് വന്ന് എടുത്തുകൊണ്ട് പോകും. പിശാച് വന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന് ഈശോ അതിൻ്റെ വ്യാഖ്യാനം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഏത് വചനമാണ് പിശാച് വന്ന് എടുത്തുകൊണ്ട് പോണേ? ഒരു മനുഷ്യൻ വചനം കേട്ടിട്ട് ഗ്രഹിക്കാത്തപ്പോ സാത്താൻ വന്ന് എടുത്തുകൊണ്ട് പോകും. ഗ്രഹിച്ച വചനം പിശാച് എടുക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഒരു വചനം ഗ്രഹിച്ചാൽ അതിൻ്റെ മേൽ പിശാചിന് അവകാശമില്ല. അത് ഉറച്ചുപോയി, അത് വളർന്നു, അത് ചെടിയായി. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ഗ്രഹിക്കാത്ത വചനമാണ് എടുത്തുകൊണ്ട് പോകുന്നത്. നിങ്ങൾ സെക്കൻഡ് സാറ്റർഡേ വരുന്നു, ഇവിടെ വന്നിരിക്കുന്നു, കുറച്ചു നേരം ഇരുന്ന് മയങ്ങുന്നു, നല്ല ഉറക്കം കിട്ടി, ഹല്ലേലൂയ, വീട്ടിലേക്ക് പോകുന്നു. എന്ത് സംഭവിച്ചു? വിതയ്ക്കപ്പെട്ട വചനം പിശാച് വന്നെടുത്തോണ്ട്. അത് ഗുണപ്പെടില്ല, അത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാവില്ല. അപ്പം അതുകൊണ്ട് വചനം ഗ്രഹിക്കണം. അപ്പോൾ വായിക്കാം. റോമർ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഒന്നുകൂടെ വായിക്കാം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ എങ്ങനെയാണ് ദൈവമക്കളായത്? ഒന്ന് ആലോചിച്ച് ഉത്തരം പറഞ്ഞേ. നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന്റെ മക്കളായത്? യോഹന്നാൻ 1:12. നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന്റെ മക്കളായത്? യോഹന്നാൻ 1
12. എന്താ അത്? തന്നെ വിശ്വസിച്ചവർക്കെല്ലാം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തെ ഒന്ന് വായിച്ചേ യോഹന്നാൻ 1:12 ഒന്ന് നോക്കി വായിച്ചേ. അപ്പൊ ഈ ഭൂമിയിൽ ആരാണ് ദൈവമക്കൾ? യേശുവിനെ സ്വീകരിക്കുന്നവര് മാത്രമാണ് ദൈവത്തിന്റെ പ്രോപ്പർ സെൻസിൽ ദൈവത്തിന്റെ മക്കള്. യേശുവിനെ സ്വീകരിക്കുന്നവര് മാത്രമാണ് പിതാവിന്റെ മക്കള്. മനസ്സിലായി? യേശുവിനെ സ്വീകരിക്കുന്നവർ മാത്രമാണ് പ്രോപ്പർ സെൻസിൽ ദൈവം സ്രഷ്ടാവെന്ന നിലയിൽ സൃഷ്ടികളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. പക്ഷേ നിയതമായ അർത്ഥത്തിൽ, കൃത്യമായ അർത്ഥത്തിൽ ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞ യേശുവിനെ സ്വീകരിച്ചവരാണ്. ഒന്നുകൂടെ നോക്കി വായിച്ചേ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ. അപ്പൊ എന്നോട് പറഞ്ഞേ, നിങ്ങൾ എങ്ങനെയാ നമ്മൾ ദൈവമക്കളായത്? യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോ. ഇനി റോമർ 8:14 വായിച്ചേ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം. അപ്പൊ എന്റെ ചോദ്യം അതെന്താ? അപ്പൊ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആദ്യം വായിച്ചെടുത്ത് പറഞ്ഞു യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി. ഇവിടെ പറയുന്നു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. എന്താണ് വ്യത്യാസം? അത് ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അതായത് ഒരു കുഞ്ഞ് ജനിച്ചതിനെ കുറിച്ചാണ് യോഹന്നാൻ 1:12 പറയുന്നത്. നമ്മൾ ദൈവമക്കളായിട്ട് ജനിച്ചത് യേശുവിനെ സ്വീകരിച്ചപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മാമോദീസായിലാണ്. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ മക്കളായി വളരുന്നത്, വളർച്ച പ്രാപിക്കുന്നത് മാമോദീസ സ്വീകരിച്ചത് കൊണ്ട് മാത്രമല്ല, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ്. അതാണ് ഇതിന്റെ പ്രാധാന്യം. നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ വളർന്ന മക്കളായിട്ട് മാറുന്നത്. വളർച്ച, മക്കളുടെ വളർച്ച ആണ് പുത്രന്മാരെന്ന് പറയുന്നത്. പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ മക്കളാത്. മറ്റേത് കുഞ്ഞുങ്ങളാണ്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാവാൻ, മക്കളാവാൻ അവൻ കഴിവ് നൽകി. ഇവിടെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇത് കേൾക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആത്മാവാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ തരേണ്ടത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങളിൽ എത്ര പേര് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത്. എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നുണ്ട്? ഓക്കെ, അളവിൽ വ്യത്യാസം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും പ്രേരണയിലും ജീവിക്കുന്ന ആളുകളുണ്ട്. കുറച്ചൊക്കെ മനുഷ്യൻ്റെ തലം വന്നു പോകുന്നവരുണ്ട്. കുറച്ചൊക്കെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരുണ്ട്. പരിശുദ്ധാത്മാവ് നയിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? നമ്മളെങ്ങനെ നയിച്ച് ആരാക്കാനാ? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ അംബാനിയാക്കാനാണോ പരിശുദ്ധാത്മാവിൻ്റെ? നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാം? പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ച് ഇപ്പം ഞാൻ ആദ്യം വട്ടപ്പാറ ജംഗ്ഷനിൽ നിന്നിട്ട് ആദ്യം കാണിച്ച ബസ്സിന് കൈ കാണിച്ചു. അന്നേരം ആ ബസ് നിർത്തിയില്ല. അപ്പോൾ അടുത്ത ബസ് വന്നു. അപ്പോൾ ആ ബസ്സിന് ഞാൻ കയറി. വെമ്പായം ചെന്നപ്പോഴാണ് ആദ്യം പോയ ബസ് ഓടെ കിടക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, സ്വോത്രം കർത്താവേ, പരിശുദ്ധാത്മാവ് എന്നെ നയിച്ചുകൊണ്ട് ഞാൻ എവിടെ വീണില്ല, കുഴി വീണില്ല. നമ്മൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പൊട്ട മനുഷ്യൻ ചിന്തിക്കുന്നത്. ഒരു വികാരിച്ചൻ ഇങ്ങനെ കർത്താവിന് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞു. യുദ്ധകാലമായിരുന്നു. ദൈവമേ, ഈ യുദ്ധകാലത്ത് ഒറ്റ ബോംബ് പോലും എൻ്റെ ഇടവപ്പള്ളി വീണില്ല, എല്ലാം വീണത് അപ്പുറത്തെ പള്ളിയിലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. എന്താണ് നമുക്ക് മാത്രം കിട്ടുന്ന സംരക്ഷണം? ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതിനകത്ത് വലിയ അപകടം ഉണ്ടെന്നറിയോ? വട്ടപ്പാറ ജംഗ്ഷനിൽ നിൽക്കുന്ന ഞാൻ പറയുന്നു, കർത്താവേ, നീ എന്നെ ആ ബസ്സിൽ കയറാൻ ആത്മാവ് എന്നെ അനുവദിച്ചില്ല. ഞാൻ നാളെ വന്ന് നിങ്ങളോട് സാക്ഷ്യം പറയും. എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു, എന്നെ അനുവദിച്ചില്ല. എന്തിന്? ആ ബസ്സിൽ കയറാൻ. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ആ ബസ്സിലിരുന്ന് ഓടെ വീണ ബാക്കി എല്ലാവരുടെയും ഗതി എന്താ? അവരെ പരിശുദ്ധാത്മാവ് നയിച്ചില്ലേ? ഇങ്ങനൊരു പ്രശ്നം വരും അതിനകത്ത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പിന്നെ അഹമ്മദാബാദിൽ നിന്ന് പൊങ്ങിയ ടാറ്റയുടെ വിമാനത്തിൽ നിന്ന് 11A എമർജൻസി സീറ്റിലിരുന്ന ആള് മാത്രം രക്ഷപ്പെട്ടു. അയാൾ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് പുള്ളിക്ക് പറഞ്ഞുകൂടാ, ആർക്കും പറഞ്ഞുകൂടാ. പുള്ളി തന്നെ ഇപ്പോൾ ആകെ വാനൽ സീറ്റ് നിൽക്കുകയാണ്. എങ്ങനെ രക്ഷപ്പെട്ടെന്ന് പുള്ളിക്കറിയാം.
ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ അപ്പോൾ നമ്മളിങ്ങനെ പറയും, ഇയാളൊരു ക്രിസ്ത്യാനി ആയിരുന്നിരിക്കട്ടെ, ഇയാളൊരു ക്രിസ്ത്യാനി ആയിരുന്നിരിക്കട്ടെ, നാളെ സൺഡേ ശാലോം, ഷെക്കൈന, പിന്നെ കൃപാസനം, പത്രം, വചനോത്സവം എല്ലാത്തിനകത്തും സാക്ഷ്യം വരും. എന്താ വരുന്നേ? അല്ലേ? മൗണ്ട് കാർമലിൽ എങ്ങാണ് ഏതെങ്കിലും ഒരു കാലത്ത് അയാൾ വന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നമ്മളും നമുക്ക് പത്രമില്ല, എന്നാലും അന്നത്തേൻ്റെ ഒരു പത്രം അടിച്ചിറക്കിയിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്, ഇയാൾ 1916 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അഹമ്മദാബാദിൽ നിന്ന് ഇയാൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ അപകടം ഞാൻ പറയണം. അപ്പോൾ എൻ്റെ ചോദ്യം, അതിനകത്തുണ്ടായിരുന്ന ബാക്കി 379 പേരുടെ അവസ്ഥ എന്താ? അവരെ ദൈവം പരിപാലിച്ചില്ലേ? അവരൊക്കെ അതിനകത്ത് എത്രയോ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നിരിക്കും, അവരൊക്കെ എത്രയോ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടുള്ളവരായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ കൊള്ളക്കാർ ചിന്തിക്കുന്ന ഒരു രീതിയല്ല ദൈവത്തിൻ്റെ ചിന്ത. നിങ്ങൾക്ക് വിശ്വാസം പോകത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ വിശ്വാസം പോകത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. എന്തെന്നറിയാമോ? നമ്മളിലൊരു 95% ആളുകൾ ആരാധിക്കുന്നത് ശരിക്കുള്ള ദൈവത്തെ അല്ല, നമ്മൾ ഉണ്ടാക്കിയ ദൈവത്തെയാണ്. നമ്മളിലൊരു 95% പേര് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കുള്ള ദൈവത്തെ അല്ല, നമ്മൾ ഉണ്ടാക്കിയ ദൈവത്തെയാണ്. ആ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ സ്വഭാവം ഞാൻ പറയട്ടെ എന്താന്ന്? ആ ദൈവം നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ആളായിരിക്കും. ആ ദൈവം നിങ്ങൾ എന്നാലും ചോദിക്കുക, ശരിയില്ലേ? ശരിയാണല്ലോ. അയ്യോ, എൻ്റെ ദൈവം ഞാൻ ചിന്തിക്കുന്ന പോലെ അല്ല ചിന്തിക്കുന്നത്. എന്താ? ഇപ്പം നീ എന്നെ ചീത്ത വിളിച്ചു, നീ അങ്ങോട്ട് പോകുന്ന വഴിക്ക് മറ്റേ കുമാരൻ ചേട്ടൻ്റെ പട്ടി നിന്നെ കടിച്ച്. ഞാനിവിടെ നിൽക്കുമ്പോൾ എന്നോട് ആദർശത്തിന് ഓടി വന്നിട്ട് പറഞ്ഞ്, അറിഞ്ഞോ ആ കൊച്ചിനെ പട്ടി കടിച്ചു. അതങ്ങനെ വരൂ. എന്താ കാര്യം? 15 മിനിറ്റ് എന്നെ ചീത്ത വിളിച്ചിട്ട് പോയതാണ്. അപ്പം ഞാൻ എന്താ ചിന്തിക്കുന്നത്? എന്നെ ചീത്ത വിളിച്ചിട്ട് പോയപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു, ദൈവമേ ഇതിനൊരു പണി കൊടുക്കണം. അതിനനുസരിച്ച് അപ്പം തന്നെ ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറഞ്ഞപ്പോൾ ദൈവം അപ്പം തന്നെ, ആണോ പണി കൊടുക്കണോ? ഇപ്പം കൊടുക്കാം. ഇതാ കുമാരൻ്റെ പട്ടിയെ കർത്താവ് അഴിച്ചു വിടുന്നു, ആ പട്ടി വന്ന് നിന്നെ കടിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് ശരിക്കുള്ള ദൈവമാണോ? ഇത് ഞാൻ ഉണ്ടാക്കിയ ദൈവമാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ദൈവം. നമ്മളെപ്പോഴും പറയുന്നൊരു ഡയലോഗ് ഇല്ലേ, ദൈവം ചോദിച്ചോളൂ. ദൈവം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? എന്നെ ഒരുത്തം വന്ന് ഇടിക്കുകയാണ്, അവൻ 7 അടി പൊക്കവും, ഞാൻ എന്നെക്കാളും നീളമുള്ള അച്ഛനെ കണ്ടു. ഞാൻ എന്നെ ട്രെയിനർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ വന്ന അച്ഛൻ ധ്യാനഗുരുവാണ്. അപ്പോൾ അച്ഛൻ പിന്നെ എനിക്ക് ഒരു വല്ലാത്തൊരു ആരാധനയും നിന്നാൽ തന്നെ ഉണ്ട്. ഇങ്ങനെ വലിയച്ഛൻ്റെ കൂട്ടം അങ്ങ് നിന്നാൽ മതി. എന്ത് പറഞ്ഞപ്പോഴേ പറഞ്ഞേ? അപ്പോൾ ഈ അച്ഛൻ എന്നെ ഇടിക്കാന്ന് വെച്ചോ. ആ അച്ഛൻ, ഞാൻ ഒരുമാതിരിപ്പെട്ടവരേക്ക് ഇടിക്കാന്ന് വിചാരിച്ചാൽ ഞാൻ ഇരിക്കുന്നത്. അന്നേരം ഈ അച്ഛൻ വന്നിട്ട് എന്നെ തലങ്ങും വിലങ്ങും ഇടിച്ചു. ഞാൻ തിരിച്ചിടിക്കത്തില്ല. എന്താണെന്ന് അറിയാം, ഞാൻ ഇടിക്കുന്നതോറും ഞാൻ ഇടി വാങ്ങിച്ചുകൊണ്ടിരിക്കും. എന്നെക്കാളും ആരോഗ്യമുണ്ട് ഈ അച്ഛൻ. അപ്പൊ അറ്റ കൈക്ക് എനിക്ക് അവസാനം പറയാനുള്ള എന്താ, ഇടിയെല്ലാം വാങ്ങിക്കുമ്പോ ദൈവം ചോദിച്ചോളൂ, ദൈവം ചോദിച്ചോളൂ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ദൈവം ചോദിക്കാനാണെങ്കിൽ ആദ്യം ആരോടാ ചോദിക്കണ്ടേ? എന്നോട് ചോദിക്കണം. പക്ഷെ എൻ്റെ ദൈവം എന്നോട് ചോദിക്കത്തില്ല. അങ്ങനെ മനസ്സിലായി? എൻ്റെ ദൈവം എന്നോട് ചോദിക്കത്തില്ല. ഞാൻ എന്നാ കൊള്ളരുതായ്മ കാണിച്ചാലും ആ ദൈവം പറയും, മനുഷ്യനല്ലേ, പാവമല്ലേ, ബലഹീനത കൊണ്ട് വന്നതാണ് എന്ന് ദൈവം ചിന്തിക്കും. നിങ്ങൾ കാണിക്കുമ്പോഴേ ഉള്ളൂ കുഴപ്പം. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? നമ്മളിൽ 95% ആളുകൾ ആരാധിക്കുന്ന ദൈവം നമ്മൾ ഉണ്ടാക്കിയ ദൈവമാണ്, നമ്മുടെ തലയിലിരിക്കുന്ന ദൈവം. ശരിക്കുള്ള ദൈവമൊന്നും അല്ലത്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ദൈവം ചിന്തിക്കുന്നത്. എന്നാ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. വചനം പറയുന്നുണ്ട്, യെശയ്യാ പ്രവചനം 55 അതിൻ്റെ 8-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 55 അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. യെശയ്യാ 55:8 കർത്താവ് അരുളി ചെയ്യുന്നു. ഒന്നുറക്കെ വായിച്ചേ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല. അടുത്ത വാക്യം 9. ആകാശം ഭൂമിയേക്കാൾ, എല്ലാവരും ഒന്ന് നോക്കി വായിച്ചേ. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ
എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ഹല്ലേലൂയാ. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ദൈവം ചിന്തിക്കുന്നത്. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ഇപ്പോ കുർബാനയ്ക്ക് വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് ആശീർവാദവും വാങ്ങി തിരിച്ചു പോയൊരു ചെറുപ്പക്കാരൻ പള്ളിയുടെ 2 വളവ് കഴിഞ്ഞപ്പോ ഒരു അപകടത്തിൽ മരിച്ചു. നടന്ന സംഭവമാണ്. ആ കുട്ടിയുടെ മാതാപിതാക്കന്മാർ ഒറ്റ ചോദ്യം ചോദിക്കത്തുള്ളൂ, കർത്താവേ, എത്രയോ ചെറുപ്പക്കാര് പള്ളിയിൽ പോലും കയറാതെ, കുർബാനയ്ക്ക് പോവാതെ, പള്ളിയും പട്ടക്കാരനെയും ചീത്ത വിളിച്ച് കള്ളിനും കഞ്ചാവിനും അടിമയായിട്ട് ജീവിക്കുമ്പോൾ, അവരൊക്കെ നല്ല 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 മിടുക്കന്മാരായിട്ട് ജീവിക്കുമ്പോൾ, ഈ ബൈക്കിൽ തന്നെ അവന്മാർ ഒരു റോഡ് നിയമവും പാലിക്കാതെ 100-110 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ അവർക്കൊന്നും അപകടം വരാതെ മാന്യമായിട്ട് 45 കിലോമീറ്റർ സ്പീഡിൽ പള്ളിയിലെ കുർബാനയും കഴിഞ്ഞു പോയ എൻ്റെ മകൻ കൊല്ലപ്പെട്ടത് എന്തുകൊണ്ട്? ചോദ്യന്യായമല്ലേ? കർത്താവ് പറയാണ്, നിങ്ങൾ ചിന്തിക്കുന്ന പോലല്ല ഞാൻ ചിന്തിക്കുന്നു. നിങ്ങളുടെ ചിന്ത പോലല്ല എൻ്റെ ചിന്ത. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ പതുക്കെ പതുക്കെ ഇങ്ങനെ തള്ളി കൊണ്ടുവരാൻ പോവാണ്. ദൈവത്തിന്റെ ചിന്ത എന്താ? പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം എന്താ? എന്താ? നിങ്ങൾ റോമാലേഖനം ഇത്രയും പഠിച്ച സ്ഥിതിക്ക് പറയണം മറുപടി. പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം എന്താ? ആഗ്രഹം, പരിശുദ്ധാത്മാവിന് എന്താ ആഗ്രഹം? നമ്മളെ അംബാനിയാക്കണമെന്നാണോ? പറ. എൻ്റെ മാരുതി കാറ് ഓടിക്കാറാക്കണമെന്നാണ്. ഇപ്പൊ അത് ഓടത്തില്ല, ഇടയ്ക്കിടയ്ക്ക് നിൽക്കും. അപ്പൊ എൻ്റെ മാരുതി കാർ എന്താക്കണം? ഓടിക്കാറാക്കണമെന്നാണ് പരിശുദ്ധാത്മ. അതായത് നമ്മൾ മനഞ്ഞുണ്ടാക്കിയ ദൈവത്തിന്റെ ചിന്തകൾ നമ്മുടെ ചിന്തകൾ തന്നെയാണ്. അപ്പൊ ദൈവത്തിന് എപ്പോഴും ആഗ്രഹമാണ് ഡാനിയേലച്ചന് ഒരു ഓടിക്കാർ കൊടുക്കണം. കർത്താവ് ഇങ്ങനെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാച് ഇടയ്ക്കിടയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്നതുകൊണ്ട് കർത്താവിന് ഇപ്പം അങ്ങോട്ട് ഒക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും കർത്താവ് പിശാചിനെ എങ്ങനെയൊക്കെ ശരിയാക്കിയിട്ട് എനിക്ക് ഓടിക്കാറ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കർത്താവിന് നമ്മളെ എവിടെ എത്തിക്കണമെന്നാണ് ആഗ്രഹം? കാനഡയിൽ എത്തിക്കണമെന്നാണ് ആഗ്രഹം. ആരാണിപ്പോൾ അതിന് ബ്ലോക്ക് എഴുതിയിരിക്കുന്നത്? പിശാച്. ആ ബ്ലോക്ക് മാറാൻ വേണ്ടി നമ്മൾ കുറച്ച് പ്രവർത്തിച്ച് ഒന്ന് കർത്താവിനെ ഹെൽപ്പ് ചെയ്യുമ്പം കർത്താവ് നമ്മളെ സഹായിക്കും. ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ തലയിൽ കിടക്കുന്ന തിയോളജി. ഇതൊക്കെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ സത്യമല്ലേ ഞാൻ പറയുന്നത്? നമ്മൾ വിചാരിച്ചു വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ്. അതായത് കർത്താവിന് നമുക്കെല്ലാം തരണം. കർത്താവിന് നമുക്ക് ഒരു 5 നില കെട്ടണം നമുക്ക് തരണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം, അല്ലേ? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ കുറച്ച് പേരിയ്ക്കുന്നു, പന്തലിൽ കുറച്ച് പേരിയ്ക്കുന്നു, വരാന്തെ കുറച്ച് പേരിയ്ക്കുന്നു. കർത്താവിൻ്റെ ആഗ്രഹം എന്താണ്? ഇവിടെ വലിയൊരു ഹോള് പണിഞ്ഞ് നിങ്ങളെ ഇരുത്തണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. ആരാണ് തടസ്സം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? പിശാച്. കർത്താവ് അതുകൊണ്ട് സഹിയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഇനി കുറച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ ഹെൽപ്പ് ചെയ്യുന്നതിനനുസരിച്ച് കർത്താവ് നമുക്ക് ആ ഹോള് തരും. ഇതൊന്നും അല്ല കർത്താവ്, ഇത് ഞാനുണ്ടാക്കിയ ദൈവമാണ്. ആ ദൈവത്തിന് ഞാൻ ചിന്തിക്കുന്ന പോലാണ് ആ ദൈവം ചിന്തിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന പോലാണ് ആ ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം അതല്ല. എന്നെ അംബാനിയാക്കുകയല്ല, എൻ്റെ മാരുതി കാർ ഓടിക്കാറാക്കുകയല്ല, എൻ്റെ 1 നില വീട് 5 നില വീടാക്കുകയല്ല പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹം. അത് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ 5 നില വെച്ചോ, പൈസ ഇല്ല 1 നില വെച്ചോ. പരിശുദ്ധാത്മാവിന് അതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല. ഉണ്ടെങ്കിലും താല്പര്യമില്ല, ഇല്ലെങ്കിലും താല്പര്യമില്ല. പരിശുദ്ധാത്മാവിന് ഒറ്റ ആഗ്രഹമുള്ളൂ, നമ്മളെ യേശുവിനെ പോലെ ആക്കണം. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അത്രേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന് ഒറ്റ ആഗ്രഹമുള്ളൂ. എന്താ ആഗ്രഹം? നമ്മളെ യേശുവിനെ പോലെ ആക്കണം. അത് 5 നില വീട്ടിൽ കിടന്നാലും വേണ്ടില്ല, ചെറ്റക്കുടിലിൽ കിടന്നാലും വേണ്ടില്ല, 5 കോടി ഉണ്ടായാലും വേണ്ടില്ല, 5 രൂപ കയ്യിലില്ലേലും വേണ്ടില്ല, 5 സെന്റ് ഉണ്ടെങ്കിലും വേണ്ടില്ല, 5 ഏക്കർ ഉണ്ടെങ്കിലും വേണ്ടില്ല. ദൈവത്തിന് ഒറ്റ ആഗ്രഹമുള്ളൂ. എന്താ? നിന്നെ യേശുവിനെ പോലെ ആക്കണം. അപ്പൊ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണെന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് നയിക്കുന്നത് എന്തിലേക്കാണ്? യേശുവിനെ പോലാവുക. അപ്പൊ പരിശുദ്ധാത്മാവ് നാഴേക്ക് 40 വട്ടം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഡാനിയേലേ, യേശുവിനെ പോലാവൂ, യേശുവിനെ പോലാവൂ, യേശുവിനെ പോലാവൂ. നിന്റെ കാടൻ സ്വഭാവമൊക്കെ കളഞ്ഞിട്ട് ആരെ പോലാവൂ? യേശുവിനെ പോലാവൂ, യേശുവിനെ പോലാവൂ. ഇതേ പറയുന്നുള്ളൂ. ഇപ്പൊ പിടികിട്ടിയോ? അപ്പൊ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, ഇനി നിങ്ങളിൽ എത്ര പേർ ആത്മാവിനാൽ നയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു? ഞാൻ നോക്കട്ടെ.
നിങ്ങളിൽ എത്ര പേര് എനിക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം? പരിശുദ്ധാത്മാവിനൊറ്റ ആഗ്രഹമുള്ള എന്താ ആഗ്രഹം? യേശുവിനെ പോലെ ആവുക. ഒന്ന് എഴുന്നേറ്റാലോ, ഒന്ന് പ്രാർത്ഥിച്ചോ. ഒരു അഭിഷേകം ഉണ്ട് ഇപ്പോൾ, ഒന്ന് പ്രാർത്ഥിച്ചോ. അതായത് ദൈവമേ, നമ്മൾ എന്തെന്നറിയാം, ഒത്തിരി പേര്, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ വീട്ടിൽ പലരും സുവിശേഷത്തെ വെറുത്തത് എന്തിൻ്റെ പേരിലാ? പറ. നമ്മുടെ സ്വഭാവം കണ്ടിട്ടാണ്. നിങ്ങളുടെ വീട്ടിൽ പല ആളുകളും ഗോസ്പലിനെ വെറുത്തത് നമ്മുടെ സ്വഭാവം കണ്ടിട്ടാണ്. എന്നാൽ നമ്മുടെ സ്വഭാവം കുറച്ചൊന്ന് മാറിയായിരുന്നെങ്കിലോ, അല്പം വ്യത്യാസം നമുക്ക് വന്നായിരുന്നെങ്കിലോ, കുറെ കൂടി സ്നേഹം നമുക്കുണ്ടായിരുന്നെങ്കിലോ, കുറെ കൂടെ സഹിക്കാൻ നമുക്ക് പറ്റിയിരുന്നെങ്കിലോ, കുറെ കൂടെ ക്ഷമിക്കാൻ നമുക്കറിയാമായിരുന്നെങ്കിലോ, ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സുവിശേഷത്തോടൊരാകർഷണം തോന്നിയേനെ. ഇന്ന് റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം, ഞാൻ പറഞ്ഞു റോമാലേഖനത്തിൻ്റെ ഹൃദയമാണ് ഈ അധ്യായം. ഈ ഹൃദയം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആഗ്രഹിക്കാം, എൻ്റെ കർത്താവ് എന്നെ യേശുവിനെ പോലെ ആക്കണം. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബത്സയിദ കൊളക്കരയിലെ രോഗിയെ പോലെ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ റോമർ 8:14 മനസ്സിലായി. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ നയിക്കപ്പെടുന്നത് എന്തിലേക്കാണെന്ന് മനസ്സിലായി. എന്തിലേക്കാണ്? യേശുവിനെ പോലെ ആവുക എന്നതിലേക്കാണ്. 15-ാമത്തെ വാക്യം. അങ്ങനെ നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെട്ടാൽ, അടുത്ത വാക്യം, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ. അതായത് ഞാൻ ആലോചിക്കായിരുന്നു ഇന്ന് ഞാൻ ആലോചിക്കായിരുന്നു രാവിലെ. അതായത് രാവിലെ ആലോചിച്ച എല്ലാം പറയത്തില്ല. രാവിലെ ഇന്ന് ഞാൻ ആലോചിക്കായിരുന്നു. അതായത് പിശാചിനെ ഒരാള് ഭയപ്പെടുമ്പോ അയാൾ ഭയപ്പെടുന്നത് എന്തിനെയാണ്? നിങ്ങൾ ഇങ്ങനെ സാവകാശം ഞാൻ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോണേ. മനസ്സിലായി ചിന്തിക്കുമ്പോൾ എല്ലാം എനിക്ക് എളുപ്പമാണ്, എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇത് നിങ്ങൾ നന്നായിട്ട് ലിസൺ ചെയ്തിരിക്കുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പേടിക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ. എന്തിനാ പേടിക്കുന്നത്? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എന്താ, നമ്മൾ വിചാരിക്കുകയാണ് രോഗം, ഓ ദൈവമേ ക്യാൻസർ എങ്ങാനും വരുവോ, ഒരു പേടിയാണ് അല്ലേ? നിങ്ങൾക്ക് ക്യാൻസറിനെ പേടിയില്ലെന്ന് വെച്ചോ, നിങ്ങൾക്ക് ക്യാൻസർ വന്നാലും കുഴപ്പമില്ല. അങ്ങനാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ പിശാചിന് ക്യാൻസർ തന്ന് ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾക്ക് അത് പേടിയില്ല. ഇനി നിങ്ങൾക്ക് മരിക്കാൻ പേടിയില്ല. മാക്സിമം ചെയ്യാൻ പറ്റുന്ന എന്താ? സാത്താന് പരമാവധി ചെയ്യാൻ പറ്റുന്ന എന്താ? കൊല്ലാൻ പറ്റും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളം വരുന്നത്. ഇനി നിങ്ങൾക്ക് മരിക്കുന്ന പേടിയില്ലെങ്കിലോ? അവിടെയും സാത്താൻ തൂറ്റില്ലേ? ഇനി നിങ്ങൾ വിചാരിക്കണം വല്ല അപമാനം ഉണ്ടാവുമോ, വല്ല മാനക്കേടും വരുവോ? നിങ്ങൾക്ക് അപമാനത്തെ പേടിയില്ലെങ്കിലും എന്നാ അവമാനം വന്ന ഇപ്പൊ എന്നാ 10-100 വർഷം നീളുന്ന ഒരു ആയുസ്സിൽ എന്നാ അവമാനം വന്ന ഇപ്പൊ എന്നാ? സ്വർഗത്തിൽ മാനം ഉണ്ടോ നോക്കിയാ പോരെ. അങ്ങനെ ഒരാൾ ചിന്തിച്ചാ പിന്നെ സാത്താന് അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമോ? മനസ്സിലായോ? അതായത് ഈ ഭൂമിയിലെ ഒന്നിനെയും നിങ്ങൾ വിലയില്ലാത്തതായിട്ട് കാണാൻ തുടങ്ങിയാൽ സാത്താന് നിങ്ങളുടെ മേൽ പിന്നെ അധികാരമില്ല. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞേ? അതായത് നിങ്ങൾ പറയണം, അതായത് ഇപ്പൊ പിശാച്, ദൈവമേ പിശാച് വന്നിനി സാമ്പത്തിക തകർച്ച ഉണ്ടാക്കുമോ? നിങ്ങൾക്ക് നല്ല കഞ്ഞിയും കുടിച്ച് സന്തോഷത്തോടെ കഴിയാൻ പറ്റുന്ന, വഴി കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ദാരിദ്ര്യത്തെ പേടിക്കേണ്ട വല്ല കാര്യവും. വാടക വീട്ടിൽ കിടന്നാലും നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ സാമ്പത്തിക തകർച്ച തന്ന് സാത്താന് വല്ലതും ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ ചിന്തിക്കായിരുന്നു, ഈ ലോകം നീട്ടുന്ന യാതൊന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടായാൽ പിന്നെ പിശാചിനോട് പോടാ പുല്ല് എന്ന് പറയാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? ഈ ലോകം തരുന്ന മാനം വേണ്ടാന്ന് വെക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടായാൽ പിന്നെ നിങ്ങൾക്ക് പിശാചിനോട് യാതൊരു ഭയവും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതാണ് ഇവിടെ പറഞ്ഞത്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല.
ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ അപ്പോഴും ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്ന് നിരന്തരം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെയാണ്, പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുക. ലോകം മുഴുവൻ നിങ്ങളെ വെറുക്കുമ്പോഴും നിങ്ങളോട് നിങ്ങളുടെ ഉള്ളിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കും, മകനെ നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ്, നിനക്ക് അതുപോലെ പറഞ്ഞ ഹല്ലേലൂയ. അതായത് ഈ ലോകം മുഴുവൻ നിങ്ങളെ വെറുക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും, നീ പുത്രന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട പരമപിതാവിന്റെ പ്രിയപ്പെട്ട മകനാണ്, പേടിക്കരുത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അങ്ങനെ വരുമ്പോ നമുക്ക് പിന്നെ അങ്ങനെ വരുന്ന ഒരു മനുഷ്യന് പിന്നെ പേടിയില്ല. എന്തിനാ പേടിക്കുന്നത്? എന്തിനിപ്പോ പരമാവധി ചെയ്യാൻ പറ്റുന്ന തന്നെ കൊല്ലാൻ പറ്റും, ഇത്രയല്ലേ ഉള്ളൂ. അത്രയും സന്തോഷം. എന്താ ചത്തു കഴിഞ്ഞാൽ പിന്നെ കാലുവേദന ഇല്ല, നടുവേദന ഇല്ല, വെരിക്കോസിസ് ഇല്ല, തലവേദന ഇല്ല, അപമാനം ഇല്ല. ഈ കുറ്റവും കുറവൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഡെഡ് ബോഡിയുടെ അടുത്ത് ചെന്നിട്ട് ഒരു 10 ഈത്ത അങ്ങോട്ട് വിളിച്ചേ, ഡെഡ് ബോഡി മീശ വെച്ച് എഴുന്നേറ്റ് വരുവോ? ഇല്ല. എന്താ കാര്യം? അയാൾ ചത്തുപോയി. മനസ്സിലായില്ലേ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അല്ലലൊന്നുമില്ല, അല്ലേ? അപ്പൊ പിന്നെ എത്രയും പെട്ടെന്ന് മരിയുന്നല്ലേ നല്ലത്. ആത്മഹത്യ ചെയ്യരുത്, മരണത്തെ പേടിക്കരുത്, മരണത്തെ ഭയപ്പെടരുത്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഞാൻ താമരശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി, ട്രെയിൻ വരാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പോളസം ചേട്ടൻ എന്നെ ഒരു പാട്ട് കേൾപ്പിച്ചു, മരണപ്പാട്ടാ. അപ്പോൾ മരണപ്പാട്ടാ, എൻ്റെ അനിയൻ എഴുതിയ പാട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കേൾപ്പിച്ചു. അപ്പൊ ഞാൻ കേട്ട നല്ല പാട്ടാണ്, പോളസം ചേട്ടൻ മരിക്കുമ്പോൾ ഇത് ഇട്ടേക്കാന്ന് പറഞ്ഞു. അതോടുകൂടി പിന്നെ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്നും വേണ്ടിയിട്ടില്ല. അപ്പൊ മരണത്തിന്റെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ വിചാരിച്ചു, എന്നാ പിന്നെ റെയിൽവേ സ്റ്റേഷൻ വരെ വെറുതെ ഇരിക്കല്ലേ, മരണപ്പാട്ട് കേട്ട് കളയാം. പിന്നെ ഞങ്ങൾ വണ്ടി മുഴുവൻ മരണപ്പാട്ടായിരുന്നു. വണ്ടി ഓടിച്ച് അച്ഛൻ വിചാരിച്ചാണ് എന്തൊരു ഭ്രാന്തന്മാരാണ് ഇവന്മാര്, നല്ല പാട്ട് മരണപ്പാട്ട്, മൊത്തം മരണപ്പാട്ട്. ഒടുവിലെ യാത്രയ്ക്കായെന്നും മൊത്തം മരണപ്പാട്ട്. സമയമാം രഥത്തിൽ ഞാൻ പരമാവധി നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? മരിക്കും. ഇത്രയല്ലേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞ് പോകാൻ ഒരിടമുണ്ടെന്നും, മരിച്ചു കഴിഞ്ഞ് കാത്തിരിക്കാൻ ഒരാളുണ്ടെന്നും, മരിച്ചു കഴിഞ്ഞ് സ്വീകരിക്കാൻ ഒരുപാട് പേര് കാത്തു നിൽപ്പുണ്ടെന്ന് അറിയാവുന്നവന് മരണത്തെ വല്ല പേടിയുണ്ടോ? ഉണ്ടോ? വായിക്കേ, റോമർ 8:17. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന 14, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അടുത്ത വാക്യം, നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. അടുത്ത വാക്യം, നാം മക്കളാണെങ്കിൽ അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. അതായത് ഒരു മനുഷ്യനെ സന്തോഷത്തിൽ നിലനിർത്തുന്നത് ഈ ഭൂമിയിലെ ഒരു നേട്ടങ്ങളും അല്ല, ഒരു നേട്ടങ്ങളും അല്ല. ഈ ഭൂമിയിൽ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നത് ഭൂമിയിലെ ഒരു നേട്ടവും അല്ല. മനസ്സിലാവുന്നില്ലേ? അതായത് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ശബ്ദം പോകുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, വർത്താനം പോയി കഴിഞ്ഞാൽ പിന്നെ ഡാനിലച്ചനില്ല, സംസാരിക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ പിന്നെ ഞാനുണ്ടോ? പറ. ഞാനുണ്ട്, എന്നെ കൊണ്ട് ഗുണമില്ല. ഞാൻ ആകെ പിടിച്ചു നിൽക്കുന്നത് ഈ വർത്താനം പറഞ്ഞ. അപ്പൊ ശബ്ദം പോകുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ശബ്ദം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇനി ഒന്നും ചെയ്യാനില്ല, ഇനിയിപ്പൊന്നും പറയാനില്ലല്ലോ, പറയാന്നുള്ളതാണ് നമ്മുടെ ജോലി. പറയാനില്ല, ഒന്നും മിണ്ടാതെ പറയാതെ മിണ്ടാതിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന അതേ സമയത്ത് സന്തോഷം അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പറച്ചിലെല്ലാം വെറുതെ. പറഞ്ഞ വല്ലതും മനസ്സിലായോ? ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം മിണ്ടാതിരിക്കുമ്പോഴും കിട്ടിയില്ലെങ്കിൽ ഈ പറയുന്നെല്ലാം വെറുതെ. മനസ്സിലാവുന്നോ? ഈ ഭൂമിയിലെ ഒരു കാര്യത്തിനും നിങ്ങളെ അമിതമായി സന്തോഷിപ്പിക്കാനോ അമിതമായി ദുഃഖിപ്പിക്കാനോ കഴിയാത്ത ഒരു മനസ്സുണ്ടാക്കി എടുക്കാൻ പറ്റിയാൽ, ആ മനസ്സുണ്ടാവുന്നത് വിശ്വാസത്തിൽ നിന്നാണ്. ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ഒത്തിരി വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ഇല്ല, ഒരുപാട് വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ ദുഃഖവും ഇല്ല.
നിങ്ങൾ സമചിത്തതയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതായത് ഈ ലോകത്തിലെ എല്ലാം നഷ്ടപ്പെടുമ്പോഴും, ഈ ലോകത്തിലെ എല്ലാം ഇല്ലാതാവുമ്പോഴും, ഈ ലോകത്തിൽ ആരും ഇല്ലാതാവുമ്പോഴും അപ്പോഴും പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കും, നീ ക്രിസ്തുവിനോടൊപ്പം അവകാശിയാണ്, പിതാവിന്റെ മകനാണ്, ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന്റെ കൂട്ടവകാശിയും. നാം മക്കളെ വായിച്ചേ, നാം മക്കളെങ്കിൽ, സ്ക്രീനെ നോക്കി എല്ലാവരും ഒന്ന് വായിച്ചേ, നാം മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന്. അതാണ് അതിന്റെ പോയിന്റ്, അതാണ് അതിന്റെ കാര്യം. അതായത് എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സന്തോഷിക്കുക? ഇപ്പൊ നമുക്ക് വേദനയുണ്ട്, ആ വേദനയിൽ നമ്മൾ ഇപ്പോഴും സന്തോഷിക്കുന്നു. എന്താ സന്തോഷിക്കുന്നു? ഒരിക്കൽ നാം അവനോടൊപ്പം മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ നാം അവനോടുകൂടെ പീഡ അനുഭവിക്കുന്നു. ഒരിക്കൽ നാം അവനോടൊപ്പം മഹത്വപ്പെടേണ്ടതിന്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ പോലെ ആവുക എന്നതിന് വേറൊരു വാക്ക് പറയാവോ? യേശുവിനെ പോലെ ആവുക എന്നതിന് വേറൊരു ആശയം പറയാവോ? യേശുവിനെ പോലെ ആവുക. ഞാനൊരു 3 സ്റ്റേജ് പറഞ്ഞായിരുന്നു. 1, 2, 3. നീതീകരണം, വിശുദ്ധീകരണം. യേശുവിനെ പോലെ ആവുക എന്നതിന് ബൈബിൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് മഹത്വീകരണം. ആ ആശയം ഇപ്പോൾ ഇവിടെ കൊണ്ടുവരികയാണ്. ഇവിടെ പറയുകയാണ്, ഒരിക്കൽ നാം അവനോടുകൂടെ മഹത്വപ്പെടേണ്ടതിന് അവനോടുകൂടെ പീഡ അനുഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്നോട് പറഞ്ഞേ ഇപ്പൊ പറഞ്ഞേ എന്താ പറയേണ്ടതെന്നറിയാമോ? ചോദ്യം ഇതാണ്. അതായത് അവനോടുകൂടെ മഹത്വപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അവനോടുകൂടെ മഹത്വപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യേശുവിനെ പോലെ ആവുക, യേശുവിനെ പോലെ. അപ്പൊ ഇങ്ങനെ പറയാം, അതായത് ഒരിക്കൽ അവനോടൊപ്പം മഹത്വപ്പെടേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ യേശുവിനെ പോലെ ആകേണ്ടതിന് നാം ഇപ്പോൾ ഈ ഭൂമിയിൽ കുറെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കഷ്ടപ്പാടുകൾ എന്തിനാ സഹിക്കുന്നത്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നത് കൊണ്ടാണ്. ദൈവാത്മാവ് നമ്മളെ എന്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു? യേശുവിനെ പോലെ ആക്കാൻ വേണ്ടി. അപ്പോ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പീഡകളെല്ലാം നമ്മളെ ഒരിക്കൽ ആരെ പോലെയാക്കും? യേശുവിനെ പോലെയാക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ഒത്തിരി സഹിച്ചവർക്ക് ഒത്തിരി എളിമയുണ്ടാവും, ഒത്തിരി സഹിച്ചവർക്ക് ഒത്തിരി കരുണയുണ്ടാവും, ഒത്തിരി സഹിച്ചവർക്ക് ഒത്തിരി സ്നേഹം ഉണ്ടാവും, ഒത്തിരി സഹിച്ചവർക്ക് ഒത്തിരി മനുഷ്യരോട് ദയുണ്ടാവും. എന്താ കാര്യം? അവര് ഈ സഹനം എല്ലാം സഹിച്ചപ്പോ അവർ ആരെ പോലെ ആയി? യേശുവിനെ പോലെ. അവരുടെ ഒരുപാട് ഡയമെൻഷൻസ് യേശുവിനെ പോലെ ആയി. യേശുവിനെ പോലെ അവർ രൂപാന്തരപ്പെട്ടു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഇവിടെ പറയാണ്, ഒരിക്കൽ നാം അവനോടൊപ്പം മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ പീഡ അനുഭവിക്കുന്നു. ഇനി അടുത്ത പാരഗ്രാഫ് പറയാൻ പോകുന്നു, അടുത്ത 2 പാരഗ്രാഫ് പറയാൻ പോകുന്നത് ഈ മഹത്വീകരണത്തെ കുറിച്ചാണ്. മടുത്തോ? മഹത്വീകരിക്കപ്പെടാനുള്ളവരാണ്, മടുക്കരുത്. എന്താണ് ഇവിടെ പറയുന്നത്? മഹത്വീകരണം. യേശുവിനെ പോലെ ആവുക എന്ന ആശയത്തെയാണ് ഇനി അടുത്ത 2-3 പാരഗ്രാഫ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വായിക്കാം. അല്പം ഡിഫിക്കൽട്ടായ പാസേജ് ആണ്, നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന്. അപ്പൊ ചോദ്യം ഉത്തരം പറഞ്ഞേ. ചോദ്യം ഇതാണ്, എന്താണ് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വം? അത് സ്വർഗം കിട്ടുക എന്നുള്ളതല്ല, മറിച്ച് യേശുവിനെ പോലെ ആവും. ഓ വണ്ടർഫുൾ, ഒന്ന് കൈയടിച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ എന്താണത്? അതായത് കർത്താവ് പറയാണ്, നമുക്ക് വെളിപ്പെടാനിരിക്കാൻ നമുക്ക് ഒറ്റ ലക്ഷ്യം. നിങ്ങൾ ഈ ഊണിലും ഉറക്കത്തിലും ഇരവിലും പകലിലും നിദ്രയിലും ജാഗരണത്തിലും ഒരു കാര്യം ചിന്തിക്കാവും. എന്താ? ചേച്ചി ഒരു കാര്യം ഓർക്കാവും. ആ മഞ്ഞ സാരി ഉടുത്തോണ്ട്, മഞ്ഞല്ല ആ ചേച്ചി, മനസ്സിലല്ല ചേച്ചി, കണ്ണാടി വെച്ച് ചേച്ചി ഒരു കാര്യം ഊണിലും ഉറക്കത്തിലും ചിന്തിക്കാവും. എന്താ? പറ ചേച്ചി, പറ. എനിക്ക് യേശുവിനെ പോലെ. മനസ്സിലായോ? ഇപ്പൊ ഞാൻ നല്ലൊരു മനുഷ്യൻ പോലും ആയിട്ടില്ല, അല്ലേ? എന്നെക്കാളും നല്ല എത്രയോ ഹിന്ദുക്കളുണ്ട്, എന്നെക്കാളും നല്ല എത്രയോ മുസ്ലിങ്ങളുണ്ട്, എന്നെക്കാളും നല്ല എത്രയോ നിരീശ്വരവാദികളുണ്ട്. ഞാനൊരു നല്ല മനുഷ്യൻ പോലും ആയിട്ടില്ല. അവിടെയാണ് വചനം, ബൈബിൾ നമ്മളോട് പറയാണ്, നിങ്ങളെ ആരെ പോലെ ആക്കാനാണ് വിളിച്ചത്? യേശുവിനെ പോലെ ആവാൻ. അപ്പൊ നമുക്ക് ഊണിലും ഉറക്കത്തിലും ഒറ്റ ചിന്തയുള്ളൂ, ഈ മൊമെന്റിൽ എനിക്ക് യേശുവിനെ പോലെ പെരുമാറാൻ പറ്റണം. ഇതാണ് വിശ്വാസം വഴി നമുക്ക് കിട്ടേണ്ടത്. വിശ്വാസം വഴി കുറെ അനുഗ്രഹം കിട്ടുകയല്ല. വ്യത്യാസം എന്തെന്നറിയാമോ? നമ്മൾ ഇനി ഈ ഒത്തിരി കാര്യങ്ങളെ തിരിച്ച് റീഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കാലം നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് വിശ്വാസം വഴി നമുക്ക് കുറെ അനുഗ്രഹം കിട്ടുമെന്നാണ്. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് 2 നില വീട് കിട്ടി. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് 10 ഏക്കർ റബ്ബർ കിട്ടി. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് എൻ്റെ മകൻ കാനഡയിലെത്തി. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ ഭർത്താവ് തോട്ടി വീണു. അല്ല, എൻ്റെ ഭർത്താവ് അമേരിക്കയിലെത്തി. അങ്ങനെ
നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഓരോന്നോരോന്ന് നടത്തി. അപ്പൊ വിശ്വാസം വഴി നമുക്ക് എന്ത് കിട്ടി? പറ. ദൈവാനുഗ്രഹങ്ങൾ. എന്നാൽ അപ്പസ്തോലന്മാര് പഠിപ്പിച്ച വിശ്വാസം അനുസരിച്ച് വിശ്വാസം വഴി നമുക്ക് കിട്ടുന്നത് ദൈവാനുഗ്രഹങ്ങൾ മാത്രമല്ല, ക്രിസ്തുവിന്റെ ജീവിതമാണ്. ക്രിസ്തുവിന്റെ ജീവിതം. നിങ്ങൾക്ക് മനസ്സിലായില്ല? വിശ്വാസം വഴി നമുക്ക് കിട്ടുന്നത് ക്രിസ്തുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളല്ല, ക്രിസ്തുവിന്റെ ജീവിതം. അയാൾ വിശ്വസിച്ചപ്പോ അവന് കിട്ടിയത് ക്രിസ്തു ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിതം കിട്ടി. നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല ഈ സാധനം. നമ്മൾ ആകെ ചിന്തിച്ചിട്ടുള്ളത് ഏത് പ്രാർത്ഥന ഇന്ന് മൗണ്ട് കാർമലിൽ പോയാ ഏത് പ്രാർത്ഥന പവർ. കാരണം മറ്റെല്ലാം ചൊല്ലി നമ്മൾ മടുത്ത്. മനസ്സിലായോ? അവിടെ പോയി ചൊല്ലി, ഇവിടെ പോയി ചൊല്ലി, ഇവിടെ പോയി ചൊല്ലി എല്ലാരും അവസാനം വരുന്നൊരു സ്ഥലമാണ് ഇത്. മനസ്സിലായോ? എല്ലാവരും ചോദിച്ചാൽ അറിയാം. അവരുടെ റൂട്ട് മാപ്പ്, മറ്റേ കൊറോണയ്ക്ക് റൂട്ട് മാപ്പ് എടുക്കത്തില്ലായിരുന്നു, അതുപോലെ ഈ വരുന്നതിന്റെ എല്ലാം റൂട്ട് മാപ്പ് എടുത്താൽ അറിയാം. കേരളത്തിലെ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. ലാസ്റ്റ് ഇയാളിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, എന്നാലും നോക്കാം. അങ്ങനെ വരുന്നവരാണ് എൻ്റെ ഇര. അവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളെ ആ ഓട്ടം നിർത്തിക്കോ, ആ ഓട്ടം നിർത്തിക്കോ. ക്രിസ്തുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഒരുപാട് നമ്മൾ വാങ്ങിച്ചെടുത്തില്ലേ? ഇനി നമുക്ക് ക്രിസ്തുവിന്റെ ജീവിതം വാങ്ങിച്ചെടുക്കാം. ഇനി നമുക്ക് ക്രിസ്തുവിന്റെ ജീവിതം വാങ്ങിച്ചെടുക്കാം. ജീവിതം വിശ്വാസം വഴി. നിങ്ങൾക്ക് അറിയാവുന്നൊരു വചനമുണ്ട്, ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല പിതൃത്വങ്ങൾക്ക് നാമകാരണമായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ചു വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തുവിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെന്നും എന്നല്ല പൗലോസ് പറഞ്ഞ്, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വാസം വഴി നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി നിങ്ങൾ ആർത്തി പണ്ടാരങ്ങളായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നല്ല അപ്പസ്തോലൻ പ്രാർത്ഥിച്ച് വിശ്വാസം വഴി ചേച്ചിയുടെ ഉള്ളില് ഈശോ വരട്ടെ. അങ്ങനെ ചേച്ചിയുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ ജീവിതം പുറത്തു വരട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാൻ അവിടുത്തെ സമ്പൂർണതയാൽ പൂരിതരാകാൻ ഇടയാകട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന കൊച്ചിനെ കാനഡയ്ക്ക് വിടാൻ വേണ്ടി 100 തൊട്ട് എഴുതി ഈ വചനം ഉണ്ടല്ലോ, അത് കാനഡയ്ക്ക് വിടാനുള്ള വചനമല്ലായിരുന്നു. അതായത് നമുക്ക് ഈ ശരീരം കൊണ്ട് പറ്റാത്ത ക്രിസ്തുവിന്റെ സ്വഭാവം, അത് നമ്മൾ ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും ഒരുപാട് കൂടുതൽ ക്രിസ്തുവിന്റെ ജീവിതം നമ്മളെ കൊണ്ട് ജീവിപ്പിക്കാൻ പറ്റുന്ന ദൈവത്തിന് മഹത്വം. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും കത്തുന്നുണ്ടോ? ഉണ്ടോ? എന്റെ പൊന്നു സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മള് ദൈവാനുഗ്രഹങ്ങൾ കിട്ടും, ഉറപ്പാണ്. ദൈവാനുഗ്രഹങ്ങൾ കിട്ടും. അത് കിട്ടും. അതിനുവേണ്ടി ഒരുപാട് എനർജി കളയേണ്ട ഇതിനാണ് കർത്താവെ 10-20 കൊല്ലമായി സുവിശേഷം പറയാൻ തുടങ്ങിയിട്ട് കുറച്ചെങ്കിലും യേശുവിനെ പോലെ ആവണ്ടേ, കുറച്ചെങ്കിലും പേഴ്സണാലിറ്റിയുടെ കുറച്ച് ഷെയ്ഡെങ്കിലും യേശുവിന്റെ കൂട്ടാവണ്ടേ. കരിങ്കാളി ആയാ മതിയോ? കരിങ്കാളി പോരല്ലോ. ആരാവണം? യേശുവിനെ പോലെ. നമുക്ക് അപ്പൊ ഇവിടെ പറയാണ്, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ അപ്പൊ ഈ കഷ്ടത, അപ്പൊ ഈ ചേച്ചിക്ക് ഇപ്പൊ വന്ന ഈ കഷ്ടത, ഈ ചേട്ടൻ ഇപ്പൊ വന്ന കഷ്ടത എന്തിനായിരുന്നു? നമുക്ക് വെളിപ്പെടാനുള്ള മഹത്വം വരാൻ വേണ്ടിയായി. എന്തായിരുന്നു ആ മഹത്വം? യേശുവിനെ പോലെ ആക്കാൻ വേണ്ടിയായിരുന്നു. നമ്മളെ യേശുവിനെ പോലെ ആക്കാൻ വേണ്ടിയായിരുന്നു ഈ തകർച്ച, ഈ വേദന, ഈ പ്രയാസം, ഈ കഷ്ടപ്പാട്. നമ്മുടെ ജീവിതത്തെ നമ്മൾ കുറച്ചുകൂടെ താഴെ നിൽക്കാനും, കുറച്ചുകൂടെ എളിമപ്പെടാനും, കുറച്ചുകൂടെ മനുഷ്യനെ മനസ്സിലാക്കാനും, കുറച്ചുകൂടെ സ്നേഹം ഉണ്ടാവാനും ഈ കഷ്ടപ്പാടുകളെല്ലാം നമ്മളെ സഹായിച്ചു. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ
നമ്മൾ അതിനെയും വിചാരിച്ചത് ഇങ്ങനെയാണ്. വട്ടപ്പാറ ബസ് കാത്ത് നിന്നപ്പോൾ ആദ്യത്തെ ബസ് നിർത്തിയില്ല. അപ്പോൾ രണ്ടാമത്തെ ബസ് നിർത്തിയപ്പോൾ അത് AC വോൾവോ കോച്ച്. അപ്പോൾ അതിനകത്ത് നമ്മൾ നല്ല ഈ സുഖ ശീതളിമയിൽ എറണാകുളം വരെ യാത്ര ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറയാണ്, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ സ്തോത്രം എത്രയോ നിസ്സാരമാണെന്ന് എന്ന് പറഞ്ഞ് ഈ വട്ടപ്പാറ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത ആ കഷ്ടപ്പാട് എന്തിനായിരുന്നു? ഈ വോൾവോ ബസ്സിൽ യാത്ര ചെയ്യാനായിരുന്നു എന്നാണ് നമ്മൾ സാധാരണ ഈ വചനങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനൊന്നും അല്ലത്. 10 മിനിറ്റ് വെയിലും കൊണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോ വണ്ടിയില്ലാത്തവരുടെ കഷ്ടപ്പാട് ഡാനിയേൽ പുണ്യാളന് മനസ്സിലായോ? പുണ്യാളച്ചൻ ഇത്രയും കാലം അത് മനസ്സിലായിട്ടില്ലായിരുന്നു. എന്ത് വണ്ടിയില്ലാത്തവരുടെ കഷ്ടപ്പാട് മനസ്സിലായോ? അന്നേരമാണ് പുണ്യാളച്ചന് മനസ്സിലായത്. എന്ത് മനസ്സിലായത്? വെളിയിൽ നിന്ന് ഒരുത്തന്നെ കൈ കാണിക്കുന്നു. അപ്പൊ മടുത്തിട്ട് ഇറങ്ങിപ്പോയതാ ഇവിടുന്ന്. അപ്പോ എന്താ പറഞ്ഞ അപ്പൊ ഇങ്ങനെ എന്താ പറയുക, അപ്പൊ അന്നേരമാണ് മൗണ്ട് കാർമലില് സെക്കൻഡ് സാറ്റർഡേ ഈ വെയിലും കൊണ്ട് നടന്ന് കയറി വരുന്നവന്റെ കഷ്ടപ്പാട് പുണ്യാളച്ചന് മനസ്സിലായില്ലേ? എന്നെ സെയിന്റ് ഡാനിയൽ മനസ്സിലായി. ഇവിടെ മനസ്സിലായ വെയിലും കൊണ്ട് വഴി നിന്നപ്പോ അന്നേരമാണ് മനസ്സിലായി. അന്നേരം താമസിച്ച് ഇങ്ങനെ വേർത്ത് വരുന്ന ചേച്ചിയെ കാണുമ്പോൾ പുണ്യാളച്ചന്റെ മനസ്സിൽ എന്ത് തോന്നത്തില്ല, ഇപ്പോഴാണോ വരുന്നേ എന്ന് തോന്നത്തില്ല. എന്താ കാര്യം? പുണ്യാളച്ചൻ മനസ്സിലായി വെയിലും കൊണ്ട് വരുന്നത് കഷ്ടപ്പാടാണ്. ചേച്ചി രാവിലെ ഇറങ്ങിയാണ്, ബസ് കിട്ടാൻ ലേറ്റ് ആയതാണ്. അപ്പൊ കണ്ടോ, അപ്പൊ കുറച്ചുകൂടെ പുണ്യാളച്ചൻ കുറച്ചുകൂടെ ആരായി? യേശുവിനെ പോലെ. അല്ലാതെ വോൾവോ ബസ് തരാൻ വേണ്ടി അല്ല 15 മിനിറ്റ് ഇതിനെ വെയിറ്റ് ചെയ്യിപ്പിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? കഷ്ടപ്പാടുകൾ വരുമ്പോ നമ്മൾ ആരെ പോലാവും? യേശുവിനെ പോലാവും. ഓരോ കഷ്ടപ്പാട് വരുമ്പോഴും നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അയ്യോ കുറെ പഠിക്കത്തില്ല, അത് വേറെ കാര്യം. എന്നാലും കുറച്ചൊക്കെ മനസ്സിലാവും. അടുത്ത വാക്യം സൃഷ്ടപ്രപഞ്ചം 19:8-19. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ അപ്പോ നിങ്ങൾ ഇനി പറയാൻ നിങ്ങൾ ഇനി നിങ്ങൾ അത്രയും പഠിച്ചവരാണ്, അതുകൊണ്ട് പറയണം. ദൈവമക്കളുടെ വെളിപ്പെടുത്തൽ. എന്ത് വെളിപ്പെടുത്തൽ? തൊട്ട് മുമ്പത്തെ വാക്യം വെച്ച് വേണം ഇത് വായിക്കാൻ. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വം എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ആവുക. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ദൈവമക്കള് യേശുവിനെ പോലെ ആവുന്ന ആ മഹത്വം പ്രാപിക്കല് ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് ഒരാള്. ആര്? പ്രപഞ്ചം. മനസ്സിലായോ? മണ്ണും മരവും മാക്രിയും മൂർഖനും ഒക്കെ നോക്കിയിരിക്കുകയാണ്. എന്ത്? ദാനിയേൽ എന്നാണ് നന്നാവുന്നത്. പാമ്പൊക്കെ ഇങ്ങനെ വഴി ഇരുന്നിട്ട് നീ ഇതുവരെ നന്നായില്ലേ എന്ന് ചോദിക്കുകയാണ്. കല്ലൊക്കെ ഇരുന്നിട്ട് കല്ല് വഴിയിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാല് തട്ടി നമ്മൾ മൂക്കും കുത്തി വീഴണ്ടായിരുന്നു. അപ്പോ കല്ല് ചോദിക്കാണ്. എന്താ ചോദിച്ച കല്ല്? എടാ കാർക്കോടക, നീ ഇതുവരെ നന്നായില്ലേ? ഹലോ, ഈ പ്രപഞ്ചം നമ്മൾ നന്നാവാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ അടുത്ത ചോദ്യം, പ്രപഞ്ചം എന്തിനാ നമ്മൾ നന്നാവാൻ കാത്തിരിക്കുന്നത്? അടുത്ത വാക്യം സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കാത്തിരിക്കുന്നത്? അത് വ്യർത്ഥത എന്ന് പറഞ്ഞാൽ ജീർണത, ഫ്യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഏത് സാധനവും കേടാവും. ഏത് സാധനവും. ഇത് വാങ്ങിച്ചപ്പോ പുതിയ ബൈബിളായിരുന്നു. ഇപ്പൊ ഇതിന്റെ ഗതി കണ്ടോ? ഇത് കീറാറായി. ഇതാണ് പ്രപഞ്ചത്തിലുള്ള ഏത് സാധനത്തിന്റെയും അവസ്ഥ. കൊണ്ടുവന്നപ്പോ ഇതിനകത്ത് നിറച്ച് കാപ്പിയായിരുന്നു, ഇത് തീരാറായി. അപ്പോ ഇതാണ് ഭൂമിയിലെ ഏത് സാധനത്തിന്റെ അവസ്ഥ. വാങ്ങിച്ചപ്പോ പുതിയ ഫോണായിരുന്നു, 2 ദിവസം കഴിഞ്ഞത് എന്തായി? അത് സെക്കൻഡ് ഹാൻഡ് ആയി. ഇതാണ് ഏത് സാധനത്തിന്റെയും അവസ്ഥ. ഭൂമിയിലെ എല്ലാ സാധനവും ഫ്യൂട്ടിലിറ്റി, വ്യർത്ഥത, ജീർണത ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? എല്ലാം ഇവിടുത്തെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചപ്പോൾ പുതിയതായിരുന്നു, ഇപ്പൊ എല്ലാം കുറെയായി. എന്താണ് കാരണം? അത് പ്രപഞ്ചത്തിന്റെ ഗതി അങ്ങനാണ്. എല്ലാം പഴയതാവും.
മനസ്സിലാവുന്നോ? അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു, സ്വന്തം ഇഷ്ടത്താലല്ല. അപ്പൊ ദൈവം ഒരിക്കൽ ഈ പ്രപഞ്ചത്തോട് പറഞ്ഞു, ഈ പ്രപഞ്ചം തെറ്റ് ചെയ്തില്ല, ഈ പ്രപഞ്ചം ഇങ്ങനെ ഈ ഗതികേടിലായത് ആര് കാരണം? നമ്മൾ ആദ്യ മനുഷ്യൻ മുതൽ ആളുകൾ പാപം ചെയ്താണ് ഈ പ്രപഞ്ചത്തിന് ഈ ഗതിയായത്. അപ്പൊ ദൈവം പ്രപഞ്ചത്തോടൊരു പ്രത്യാശ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പ്രപഞ്ചമേ, നീ കാത്തിരിക്കുക, നിന്നെ ഞാൻ ആ പഴയ മഹത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. പുതിയ ആകാശവും പുതിയ ഭൂമിയും വെയിറ്റ് ചെയ്യണം. പക്ഷെ അതിനു മുമ്പ് ഈ പന്നന്മാര് നന്നാവാനുണ്ട്. ആര്? എന്റെ കുറെ മനുഷ്യരുണ്ട്, എന്റെ മക്കള്. അവന്മാര് നന്നായി കഴിയുമ്പോ നിന്നെ ഞാൻ മഹത്വമുള്ളതാക്കാം. പുതിയ ആകാശവും പുതിയ ഭൂമിയും, അതാണ് സൃഷ്ടി. അപ്പൊ പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവന്റെ അഭീഷ്ടപ്രകാരം. അടുത്ത വാക്യം. സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന്, മനസ്സിലായോ? സൃഷ്ടി ഈ പറയുന്ന പോലെ വോൺ ഔട്ട് ആവുന്ന ഒരു നേച്ചറിൽ നിന്ന് മോചിതമായി ദൈവമക്കള് പ്രാപിക്കുന്നത് പോലെ മഹത്വം പ്രാപിക്കുകയും ചെയ്യും. അടുത്ത വാക്യം. സമസ്ത സൃഷ്ടികളും, ഈ ഭൂമി മുഴുവൻ ഒന്നു ചേർന്ന് ഇതിനു വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുകയും. അതാണ് ഇടയ്ക്കിടയ്ക്ക് മരം ഒടിഞ്ഞ് നമ്മുടെ തല വീഴുന്നത്. എന്തിനെന്നറിയാം? മരം നമ്മളോട് പറയാണ്, മര്യാദ അവളാ, മര്യാദയാവ്, നീ മര്യാദയാവ് എന്ന് നമ്മളോട് പറയുന്നതാണ് ഈ പ്രപഞ്ചം. ഇടയ്ക്കിടയ്ക്ക് ഒരു സുനാമി, ഒരു വെള്ളപ്പൊക്കം, ഒരു കാറ്റ്, ഒരു മഴ, അല്ലേ? അല്ല അങ്ങനെ അതല്ല, നമ്മളോട് ഭൂമി പറയാണ്, എന്താ നന്നാവടാ, നീ നന്നാവും, നീ കാരണം എനിക്ക് ഗതികേടായിരിക്കാണ്. ഞാനിങ്ങനെ കരയിൽ നിന്നും കയറി കാറൊന്നും ഒഴുക്കിക്കൊണ്ട് പോകേണ്ട വെള്ളമല്ല, നീ കാരണം ഞാനിങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുന്നതും അനുഭവിക്കുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് അറിയാം. അടുത്ത വാക്യം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിന്റെ ആധിപനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പൊ ആ വിലാപത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് എഴുന്നേറ്റോ, ഒന്ന് കൈയും കാലും ഒക്കെ നൊന്തു തുടങ്ങി, ഒന്ന് എഴുന്നേറ്റോ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ ആദ്യം പ്രാർത്ഥിച്ച പോലല്ല ഇപ്പൊ നിങ്ങൾ ഒരു 2 പാരഗ്രാഫ് ദൈവവചനം പഠിച്ചു കഴിഞ്ഞു. 2 പാരഗ്രാഫ് ദൈവവചനം എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. അപ്പൊ പഠിച്ചു കഴിഞ്ഞുകൊണ്ട് ഇനി അനുഗ്രഹത്തിന് വ്യത്യാസമുണ്ട്, അത് നിങ്ങളുടെ മേലുള്ള ഒരു അഭിഷേകത്തിന് വ്യത്യാസമുണ്ട്. ഞാൻ ചില വാക്യങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം, ബോധ്യം വരാൻ വേണ്ടി. പ്രഭാഷകൻ 39. അവിടെ ഈ നിയമം പഠിക്കുന്നവന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രഭാഷകൻ 39 നിങ്ങളൊന്ന് കേട്ടിരിക്കുക. പ്രഭാഷകൻ 39. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് ഇത്രയും നേരമായിട്ട് എന്താ പഠിച്ചുകൊണ്ടിരുന്നേ? അത്യുന്നതന്റെ വചനം, അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ നോക്കിക്കോ, താല്പര്യമുള്ളവൻ. എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുക. അപ്പൊ ഇതിനകത്ത് ഈ റോമാലേഖനം 8 പറഞ്ഞിരിക്കുന്ന വാക്യത്തിന്റെ അർത്ഥം എന്താണ്? അത് അന്വേഷിച്ച്, ചോദിച്ച്, ആഗ്രഹിച്ച്, പഠിച്ച് അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം, താല്പര്യം, ഇൻട്രസ്റ്റ് പ്രദർശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവൻ എന്നാ പറ്റും? അവൻ വിശ്രുതരുടെ വാക്ക്. ഇത് പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്ന ഒരു മഹാൻ എഴുതിയതാണ്. അദ്ദേഹം എഴുതിയതിന്റെ അർത്ഥം എന്താണ്? അവൻ അതിനെ വിലമതിക്കുന്നു. 2 ഉപമകളുടെ പൊരുൾ. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് അതിന്റെ അർത്ഥം എന്താന്ന് അവൻ ആകാംക്ഷയോടെ അപഗ്രഥിക്കുകയാണ്. അടുത്ത വാക്യം. അവൻ ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചറിയാണ്. അടുത്ത വാക്യം. അവൻ അങ്ങനെയുള്ളവന് ദൈവം തരുന്ന പ്രതിഫലമാണ്. നിങ്ങൾ പ്രഭാഷകൻ 38 വീട്ടിൽ ചെന്നിട്ട് വായിച്ചു നോക്കണം. എല്ലാ തൊഴിലിന്റെയും മഹത്വം വിവരിച്ചിട്ടാണ് 39 പറയുന്നത്. എന്നാൽ ദൈവവചനം പഠിക്കാൻ ജീവിതത്തിൽ സമയം ചെലവഴിക്കുന്നവൻ അവരെക്കാളൊക്കെ ഉന്നതനാണ്, അവരെക്കാളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ 39 പറയുന്നത്. നിങ്ങളത് വീട്ടിൽ ചെന്നിട്ടൊന്ന് വായിച്ചു നോക്കണം. ഇത് ഈ 38 ആദ്യം ഒന്ന് വായിക്കണം. വായിച്ചിട്ട് 39 വായിക്കുമ്പോഴാണ് ഓരോ തൊഴിൽ. ഡോക്ടറെ ബഹുമാനിക്കണം, മരുന്ന് കഴിക്കണം, പിന്നെ എല്ലാ തൊഴിലും ഇങ്ങനെ ഉലയൂതുന്നവര്, സ്വർണ്ണം ഉണ്ടാക്കുന്ന ശില്പികള്, കരകൗശലക്കാർ, അവരെ കുറിച്ചെല്ലാം പറഞ്ഞിട്ട് എല്ലാത്തിനും വിലയുണ്ട്, അവരൊക്കെയാണ് ഈ ഭൂമിയെ നിലനിർത്തുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് 39 പറയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ടൊരു കാര്യം, ആ മെച്ചപ്പെട്ട കാര്യമാണ് വീട്ടിലിരുന്ന് കുറച്ച് സമയം കണ്ടെത്തി ബൈബിൾ പഠിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് 39 പറഞ്ഞിരിക്കുന്നത്. വായിച്ചേ. അപ്പോ അവൻ മഹാന്മാരെ സേവിക്കുന്നു, ഭരണാധിപന്മാരുടെ മുമ്പിലും അവന്, വിദേശ രാജ്യങ്ങളിൽ അവൻ
മനുഷ്യരുടെ നന്മതിന്മകൾ അവൻ. അടുത്ത വാക്യം, സ്രഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതന്റെ മുമ്പിൽ പ്രാർത്ഥനകൾ, അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. ഇങ്ങനെ ഇനി നിർത്താം. അപ്പൊ അങ്ങനെ ഇഷ്ടം പോലെ അനുഗ്രഹങ്ങളാണ് 39-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ദൈവവചനം ഇപ്പൊ നമ്മളിപ്പോ 2 പാരഗ്രാഫ് ബൈബിൾ പഠിച്ചോ? നല്ല വൃത്തിയായിട്ട് പഠിച്ചു 2 പാരഗ്രാഫ്. അപ്പൊ പഠിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് കർത്താവിൽ നിന്ന് ഈ അനുഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ തലയിൽ നിങ്ങൾ ചോദിക്കേണ്ട വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം ഇത് എഴുതിയിരിക്കുന്നത് വെറുതെ പറയുന്നല്ലോ, വെറുതെ പറയുന്നല്ല. ഇതിപ്പോ ഞാൻ 20-ാമത്തെ കൊല്ലമാണ് ഈ പുസ്തകമായിട്ട് ഇരിക്കുന്നത്. 20-ാമത്തെ കൊല്ലം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ രാവും പകലും ഈ പുസ്തകം മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്ന 20-ാമത്തെ കൊല്ലമാണ്. മനസ്സിലായി? ഇത് നുണയായിരുന്നെങ്കിലും എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ഒരു 1.5 കൊല്ലം കഴിഞ്ഞ് ഞാൻ കളഞ്ഞേനെ. മനസ്സിലായോ? അതായത് സംഭവം നമ്മൾ വിചാരിച്ച പോലെ ഇല്ല എന്ന് തോന്നിയായിരുന്നെങ്കിൽ എൻ്റെ നേച്ചർ അനുസരിച്ച് 2 ആഴ്ചക്കുള്ളിൽ ഞാൻ കളഞ്ഞേനെ. പക്ഷേ ഞാൻ വിചാരിച്ചിരിക്കുകയാണ്, ശവപ്പെട്ടി കിടന്നു 2 പാരഗ്രാഫ് വായിച്ച് പഠിപ്പിച്ചിട്ട് കുഴി വെക്കാവൂ. മനസ്സിലാവുന്ന കാരണം ഇത് മുഴുവൻ സത്യമാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ സത്യമാണ്. സത്യം ഇത് പറഞ്ഞത്. ഇന്നിപ്പം ഭൂമിയിൽ ഇപ്പൊ നിങ്ങൾ വെറുതെ ഇങ്ങനെ കണ്ടംപററി വേൾഡ് നോക്കിയോ, ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ അവിടെ ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ അതിന്റെ കറക്റ്റ് പെർസെൻറ്റേജ് മറന്നുപോയി. ഏതാണ്ട് ഒരു 60-65% മറ്റോ കാര്യങ്ങൾ ഈ ബൈബിളിലെ പ്രവചനങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി മെമ്മറി കൃത്യമാവണമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ 2, 3, 4, 5% മാറ്റം വരാം. ഒരു 35% കാര്യങ്ങൾ ഇനി നടക്കാനുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, ലോകത്ത് ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളിലെ ഒരു 65% ഇതുവരെ നടന്നെങ്കിൽ ബാക്കി നടക്കും. ഒരു സംശയമില്ല, ബാക്കി നടക്കും. മനസ്സിലായി? ഈ പുസ്തകം പറഞ്ഞതനുസരിച്ച് യേശു ക്രിസ്തു വന്ന് കുരിശിൽ മരിച്ച് പാപത്തിന് പരിഹാരം ചെയ്തെങ്കിൽ, അങ്ങനല്ലേ പറഞ്ഞേ? നീയും സ്ത്രീയും തമ്മിൽ നിന്റെ സന്തതി, സ്ത്രീയുടെ സന്തതി ശത്രു, അവൻ നിന്റെ തല. യെശയ്യാ 53 ഈശോ ജനിക്കുന്നതിന് 100-400 കൊല്ലം മുമ്പ് യെശയ്യാ പ്രവചിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മുറിവേറ്റത്, നമ്മുടെ കുറ്റങ്ങളാണ് അവൻ ചുമന്നത്. എന്നിട്ട് പറയുകയാണ്, അവൻ എന്ത് ചെയ്തു? അവൻ മറ്റു മനുഷ്യരെ നീതിയുള്ളവനാക്കാൻ വേണ്ടിയാണ് ഇത് സഹിച്ചത്. അവൻ അങ്ങനെ പീഡ സഹിക്കുമ്പോൾ അവൻ വരുംകാല തലമുറയെ കണ്ട് സന്തോഷം അടയും. അവൻ ധനികന്മാരുടെ ഇടയിൽ സംസ്കരിക്കപ്പെടും. അല്ലെ? ധനികന്റെ കല്ലറയില്ല സംസ്കരിക്കപ്പെട്ട് ഡീറ്റെയിൽഡായിട്ട് അത് മുഴുവൻ എഴുതി വെച്ചിരിക്കുകയാണ്. മീഖ പറയും, ആജ്ഞാദണ്ഡ് കൊണ്ട് അവർ തങ്ങളുടെ ഭരണാധിപന്റെ മുഖത്തടിച്ചു. മനസ്സിലായോ? അതായത് ഈശോയുടെ പീഡാനുഭവത്തിന്റെ ഡീറ്റെയിൽ മുഴുവൻ ഒരു 10,000 പ്രവചനം ഈശോയെ കുറിച്ച് ബൈബിളിൽ പഴയ നിയമത്തിൽ കിടപ്പുണ്ട്. ഇത് മുഴുവൻ നിറവേറിയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതായത് ജെറോബോവാം എന്ന് പറയുന്ന ഒരു രാജാവ് വിഗ്രഹാരാധനയിലേക്ക് ജെറുസലേമിനെ നയിച്ചപ്പോ, യൂദയെ നയിച്ചപ്പോ, ഇസ്രായേലിനെ നയിച്ചപ്പോ, ഒരു അഹിയ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്നിട്ട് ഈ ജെറോബോവാമിനോട് പറയും, കൊച്ചെ, നീ കാണിക്കുന്ന തെറ്റാണ്, നീ ഒരു കാര്യം ചെയ്തു, നീ ഇത് തിരുത്തിയില്ലെങ്കിൽ ജോസിയാന്ന് പറഞ്ഞൊരുത്തം വന്ന് ഈ ബലിപീഠം തകർത്ത് കളയുന്നു. ഇത് പറഞ്ഞിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് യൂദയായിൽ ജനിച്ച ആഹാബിന്റെയൊക്കെ ഒരു കൊച്ചുമകനായിട്ട് വരുന്ന, മനാസയുടെയൊക്കെ ഒരു മകനായിട്ട് വരുന്ന ജോസിയ എന്ന് പറഞ്ഞ രാജാവ് വന്ന് ജെറോബോവാമിന്റെ ബലിപീഠം തകർത്ത്. എത്ര കൊല്ലം കഴിഞ്ഞാണ് അത് സംഭവിക്കുന്നത്? സൈറസ് എന്ന് പറയുന്ന രാജാവ്, മേദിയ പേർഷ്യ രാജ്യത്തിന്റെ രാജാവ്, ജനിക്കുന്നതിന് മുമ്പ് യെശയ്യാ പ്രവചിച്ചു, സൈറസിന്റെ വലതുകരം ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു, അവൻ രാജാക്കന്മാരുടെ അരപ്പട്ട അഴിക്കും, നഗര കവാടങ്ങൾ തുറന്നിടും, അവൻ ഈ ബാബിലോണിന്റെ അടിമത്തത്തിൽ നിങ്ങളെ മോചിപ്പിക്കും. ബൈബിളിൽ എത്ര പ്രവചനങ്ങളുണ്ട്? 100 കണക്കിന് 1000 പ്രവചനങ്ങൾ ബൈബിൾ പറഞ്ഞത് നിറവേറിയെങ്കിൽ ബാക്കിയുള്ളത് നിറവേറും. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് നിങ്ങൾക്കൊരു നല്ല മരണം ഉണ്ടാകണമെങ്കിൽ, മരണം കഴിഞ്ഞ് നിങ്ങൾക്കൊരു നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ ഈ പുസ്തകം പഠിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ പുസ്തകം പഠിച്ചാൽ അതിന് അനുഗ്രഹമുണ്ട്. മനസ്സിലായോ? ഈ പുസ്തകം പഠിച്ചാൽ അതിനൊരു അനുഗ്രഹമുണ്ട്. അതിങ്ങനെ അനുഗ്രഹം നാനാ വഴിക്കും ദൈവം തന്നുകൊണ്ടിരിക്കും. ഇത് പഠിച്ചുകൊണ്ടിരുന്നാൽ എല്ലാ വഴിക്കൂടെയും ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. എല്ലാ വഴിക്കൂടെ പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ ബൈബിൾ വായനയിൽ പങ്കെടുക്കുന്നുണ്ടോ? അങ്ങൊരു സംഭവം ഉണ്ടായിരുന്നു ഈ നാട്ടിൽ, വല്ലവരും അറിഞ്ഞായിരുന്നു?
ഉണ്ടോ? അപ്പോ ഈ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ അത് ഒരു വർഷം കൊണ്ട് ഇത് തീർക്കണ്ടേ? കുറച്ചാൾ 2-3 മാസം കൂടെ തരാമെന്ന് നിങ്ങളോട് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ല. അപ്പോ എന്ത് ചെയ്യണം? നമുക്ക് ഞാനിങ്ങനെ ഈ ലോകത്ത് എവിടെ പോയാലും ഇത് റെക്കോർഡ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ സത്യം പറയാലോ, കഷ്ടപ്പാടാണ്. ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ജീവിതം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒന്ന് പോയി ഇത്തിരി പൊറോട്ട ഇറച്ചി തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കത്തില്ല. എന്തെന്നറിയോ? ജീവിതം ഇങ്ങനെ അങ്ങ് ഇതിനകത്ത് കെട്ടപ്പെട്ടു പോയി, ഈ സാധനത്തിനകത്ത്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഉള്ളിൽ ഒറ്റ ചിന്തയുള്ളൂ, എത്രയും പെട്ടെന്ന് ഇത് വായിക്കണം, റെക്കോർഡ് ചെയ്യണം, വായിക്കണം, പിന്നെ അത് പഠിക്കണം, ഒരുങ്ങണം, ഇത്തിരി ജോലിയുണ്ട്. അപ്പൊ എന്നോട് ആളുകൾ ഞാനിങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ഇതെല്ലാം കൊണ്ടുപോയി ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ പോയിരുന്ന്, അല്ലെ ഒഴിഞ്ഞൊരു വീട്ടിൽ പോയിരുന്ന് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ആളുകൾ എപ്പോഴും വന്ന് എന്നോട് സഹതാപം പറയും. അച്ഛൻ ഇത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ? ഞാൻ മറുപടി ഒന്നും പറയത്തില്ല. പക്ഷെ ഞാൻ ഉള്ളിൽ ചിന്തിക്കും, യുവമാർക്ക് അറിയുവോ, ഇവര് വിചാരിക്കുന്ന നാട്ടുകാരെ നന്നാക്കാനാന്നാ. എനിക്കൊരു കാര്യം അറിയാം, ഞാനിത് 365 എപ്പിസോഡ് വായിച്ച് റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കേൾക്കുന്നവൻ അനുഗ്രഹം ഉണ്ടായാലും ഇല്ലെങ്കിലും എനിക്ക് അനുഗ്രഹം ഉണ്ടാവും. ഇത് പ്യുവർലി സെൽഫിഷ് ഇൻട്രസ്റ്റിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. മനസ്സിലായല്ലോ? അതായത് ഇത് എനിക്ക് ഗുണമുണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, തികച്ചും സ്വാർത്ഥപരമായ ഒരു കാര്യത്തിലാണ് ഇത് ഓടുന്നത്. എനിക്കറിയാം, എവിടെങ്കിലും എനിക്കൊരു മോട്ടിവേഷൻ കാണാൻ ഞാൻ ചിന്തിക്കും, ഇത് ഞാൻ തീർത്താൽ എന്നെ ദൈവം അനുഗ്രഹിക്കും. കാരണം അത് വചനത്തിൽ കിടക്കുന്ന വാഗ്ദാനമാണത്. എന്താ? ഇത് വചനം വായിക്കുന്നവന് അനുഗ്രഹമുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും പാലിക്കുന്നവരും അനുഗ്രഹീതർ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ബൈബിൾ പഠിച്ച നമ്മൾ ഒന്ന് സ്തുതിക്കുമ്പോൾ നേരത്തെ സ്തുതിച്ച പോലല്ല, ഒത്തിരി ഒരു സ്വാതന്ത്ര്യം കിട്ടും. ആമേൻ, കിട്ടും. ഒന്ന് കരങ്ങൾ ഉയർത്തിക്കോ, കണ്ണടച്ചോ, അല്പനേരം ആരെയും ശ്രദ്ധിക്കാതെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവേ മഹത്വം, 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 മഹത്വം. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോരാ, അല്പം കൂടി സ്വാതന്ത്ര്യത്തോടെ സ്തുതിച്ച്, വിട്ടുകൊടുത്ത് സ്തുതിച്ച്. ആരെയും ശ്രദ്ധിക്കരുത്, അടുത്ത് നിൽക്കുന്നവരെ നോക്കരുത്. ഒരു അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കട്ടെ, ഒരു കൃപയ്ക്ക് വേണ്ടി ദാഹിക്കട്ടെ, ഒരു അത്ഭുതകരമായ ദൈവിക ഇടപെടലിന് വേണ്ടി ദാഹിക്കട്ടെ, വലിയ ദൈവശക്തി വ്യാപരിക്കാൻ ആഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ. ഒന്നുകിൽ അറിയാവുന്ന പാട്ട് പാടണം, അല്ലെങ്കിൽ അത് കാണിക്കണം. അല്ലെങ്കിൽ ഈ ആളുകൾക്ക് പാടാൻ പറ്റത്തില്ല, പിന്നാണെ മറന്നു പോകും. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. നിങ്ങളോടല്ല, അവരോടാണ്. ഒന്നുകിൽ അറിയാവുന്ന പാട്ട് പാടണം, അല്ലെങ്കിൽ ഈ പാടുന്ന പാട്ട് ഇവിടെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഇനി ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ ശക്തമായിട്ട്. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതി. ഇപ്പൊ അങ്ങ് പറഞ്ഞാലല്ലേ പിന്നെ മറന്നു പോകും. ഭയങ്കര മറവിക്കാരനാണ്, പിന്നെ മറന്നു പോകും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ നമ്മള് മുന്നോട്ട് പോവാണ്. അപ്പൊ ഇവിടെ പറയുകയാണ്, സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ. അപ്പൊ ഈ വചനത്തിന്റെ അർത്ഥം ഇനി ഒരിക്കലും മറന്നു പോരുത്. അതായത് ഈ ഭൂമി മുഴുവൻ നമ്മൾ ദൈവമക്കൾ വെളിപ്പെടുന്നതിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുന്നു? അടുത്ത വാക്യം കാണിച്ച് 20. അത് ഓക്കെ, അല്ല 20 അല്ല, താഴോട്ട് വരുമ്പോ പ്രപഞ്ചം മാത്രമല്ല, അങ്ങനെയല്ലേ, ആത്മാവിന്റെ ആദ്യഫലം. ആ വാക്യം സൃഷ്ടി മാത്രമല്ല, ആത്മാവിന്റെ ആദ്യ ഫലം. വാക്യം 23 ഉറക്കെ വായിച്ചേ, നോക്കി വായിക്കേ, സ്ക്രീനെ നോക്കി വായിക്കേ. സൃഷ്ടി മാത്രമല്ല, ആത്മാവിന്റെ ആദ്യ ഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. അപ്പൊ സൃഷ്ടി മാത്രമല്ല, ആത്മാവിന്റെ ആദ്യ ഫലം ലഭിച്ചിരിക്കുന്ന നാമം. ഇങ്ങോട്ട് നോക്കിയേ, ആദ്യ ഫലം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിന്റെ ആദ്യ ഫലം എന്താ? ഈ പോയിരിക്കുന്നുണ്ട്, ഈ കൊച്ചിനെ കാണാൻ പറ്റുന്നില്ല. ആത്മാവിന്റെ ആദ്യ ഫലം അതെന്താ? ആത്മാവിന്റെ ആദ്യ ഫലം എന്ന് പറഞ്ഞാൽ എന്താ? ചുമ്മാ അതൊന്നും പറയല്ലേ.
ആദ്യ ഫലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആദ്യ ഫലം, ടോക്കൺ, അച്ചാരം, അഡ്വാൻസ് എന്നൊക്കെ. ആദ്യ ഫലം എന്തുവാന്ന് ഞാൻ പറയാണ്. മാമോയിസ മൂറാൻ അഭിഷേകം എന്ന് പറയില്ല ഇപ്പം. ആദ്യ ഫലം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറയാണ്? അഡ്വാൻസ്, ടോക്കൺ കൊടുത്തെന്ന് പറയത്തില്ലേ? വസ്തു വാങ്ങിക്കാൻ എന്ത് കൊടുത്തു? ടോക്കൺ അഡ്വാൻസ് കൊടുത്തു. ടോക്കൺ, അച്ചാരം, ചമയല്ല, അച്ചാരം എന്ന് പറഞ്ഞ എന്താ? അഡ്വാൻസ്. നമുക്ക് പരിശുദ്ധാത്മാവിനെ അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അഡ്വാൻസ് ആയിട്ട് എവിടാ കിട്ടിയേ? മാമോദീസായി അല്ലേ? നമ്മുടെ ഉള്ളില് ആത്മാവിനെ അച്ചാരമായിട്ട് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കിട്ടിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ആദ്യ ഫലമായി സ്വീകരിച്ചിരിക്കുന്ന നാം, വായിച്ചേ, ആത്മാവിന്റെ ആദ്യ ഫലം സ്വീകരിച്ചിരിക്കുന്ന നാമും, ആത്മാവിന്റെ ആദ്യ ഫലം സ്വീകരിച്ചിരിക്കുന്ന നാമും. അപ്പൊ നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് സംഭവം എന്താന്ന് വെച്ചാലേ, ഈ നീതീകരണം, അതായത് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നത് എവിടാ? ആത്മാവിലാണ്. പക്ഷെ മനസ്സിപ്പോഴും പഴയതാണ്, ശരീരം എപ്പോഴും പഴയതാണ്. ശരിയല്ലേ? ഇപ്പോഴും ഒരു പൂച്ച കുറുക്കിയാടിയാൽ ഇപ്പോഴും വണ്ടി എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയതാ. അന്നേരം ആര് കുറുക്കിയാടി? കണ്ടം പൂച്ച കുറുക്കിയാടി. ഉടനെ പുണ്യാളച്ചൻ എന്നാ പറയാണ്? തീർന്ന് ഇന്നത്തെ യാത്ര തീർന്നു. മനസ്സിപ്പോഴും പഴയതാണ്. ചിന്തിക്കുന്നതൊക്കെ ഹിന്ദുക്കൾ ചിന്തിക്കുന്ന പോലൊക്കെ തന്നെ, മുസ്ലിങ്ങൾ ചിന്തിക്കുന്ന പോലൊക്കെ തന്നെ. മാമോദിസ പൊങ്ങിയെന്നേ ഉള്ളൂ അല്ലേ? വലിയ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ഒന്നിനെയും പേടിക്കണ്ട, ഒരു പിശാചിനെയും പേടിക്കണ്ട. എന്തിനാ ചേച്ചി മന്ത്രവാദത്തെ പേടിക്കുന്നേ? കർത്താവല്ലേ നമ്മുടെ കൂടെ ഉള്ളേ? നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പൊ ആരാ? മിസ്റ്റർ പല്ലി. അപ്പൊ ഉടനെ ചേച്ചി സത്യം 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 അച്ഛാ വിശ്വാസം, ഇപ്പൊ വിശ്വാസമായി. അച്ഛൻ പറഞ്ഞപ്പോ വിശ്വാസം വന്നില്ല, വിശ്വാസമായി. മനസ്സിപ്പോഴും പഴയതാണ് അല്ലേ? പഴയതാണ്. പേടി, വൈരാഗ്യം, വെറുപ്പ് എല്ലാം ഈ പഴയ മനസ്സിന്റെയാ. ശരീരം അതിനേക്കാളും പഴയതാണ്. നോമ്പോ ഉപവാസം എടുക്കാന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കേട്ടോ. ഈ ഞാൻ ഒരു ഭക്ഷണപ്രിയനാണ് എന്ന് വെച്ച് ഞാനൊരു ആർത്തി പണ്ടാരമല്ല. എനിക്ക് നല്ല ഭക്ഷണം ഇഷ്ടമാണ്. മനസ്സിലായോ? അത് എനിക്ക് അങ്ങനെയല്ല, ഭക്ഷണമൊന്നും ഇഷ്ടമല്ല, എന്നും എനിക്ക് കഞ്ഞി തരൂ എന്ന് പറയുന്ന ആളല്ല ഞാൻ. നല്ല ഭക്ഷണം കിട്ടിയാൽ വളരെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ച് ഞാനൊരു തീറ്റിപ്പണ്ടാരല്ല. എപ്പോഴും വിഭവങ്ങളെല്ലാം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് ഭക്ഷണം കഴിക്കാതെ നടക്കാൻ പറ്റും, കഴിക്കാതെ ജീവിക്കാൻ പറ്റും, ഒരു നേരം കഴിച്ചില്ലെങ്കിലും ഒന്നും പറയാതെ നടക്കാൻ പറ്റും. അതൊക്കെ അങ്ങനെ ഉണ്ട്. കഴിക്കും, ഒരു വശത്ത് നല്ലപോലെ കഴിക്കും, മറുവശത്ത് ഇങ്ങനൊരു സാധനമുണ്ട്. കേട്ടോണേ. അപ്പൊ ഞാൻ തീരുമാനിക്കുകയാണ്, ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമേ അല്ല. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമേ അല്ല. ചില ദിവസങ്ങളിൽ ഞാൻ കാപ്പി കുടിച്ചില്ലെന്ന് ഓർക്കുന്നത് ഉച്ചയാകുമ്പോഴാണ്. എന്നാൽ ഞാൻ തീരുമാനിക്കുകയാണ് ഉപവസിച്ച് കളയാം. വ്യാഴാഴ്ച വൈകുന്നേരം ഞാൻ തീരുമാനിക്കുന്നു വെള്ളിയാഴ്ച മുഴുവൻ ഉപവസിക്കാം. എനിക്ക് രാവിലെ 5:30 മുതൽ വിശക്കാൻ തുടങ്ങും. ഞാനിത് എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് വിചാരിച്ചു ഒരാളോട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കും അകരാത് പറഞ്ഞു. ഇതെല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ശരീരം ഭയങ്കര സാധനമാണ് അല്ലേ? മാന്യമായിട്ടൊക്കെ ഒന്ന് ജീവിക്കാം. ദൈവമേ, വിശുദ്ധനായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. അന്നേരമാണ് ലോകത്തുള്ള പടവണ്ടാരം പ്രലോഭനം എല്ലാം വരാൻ പോണത്. ശരീരവും പഴയതാ അല്ലേ? അപ്പൊ ഈ ആത്മീയ യാത്രയിൽ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം നയിക്കാൻ പറ്റണമെങ്കിൽ മനസ്സ് നവീകരിക്കപ്പെടണം, ശരീരം കീഴടങ്ങണം. ശരീരം നമ്മൾ പറയുന്ന പോലൊക്കെ ചെയ്യണം. ശരീരത്തോട് ഇപ്പൊ ആത്മാവ് പറയാണ് മുട്ടുകുത്തടാ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ശരീരം യെസ് സാർ എന്ന് പറഞ്ഞ് മുട്ടുകുത്തണം.
ഇപ്പോഴാണ് മുട്ടുകുത്തുന്നത്, മുട്ടുവേദന എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടിന് സർജറി കഴിഞ്ഞാലേ മുട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം തിരിച്ചിരിക്കാൻ പാടില്ല. അപ്പൊ അതിനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ശരീരങ്ങളുടെ വീണ്ടെടുപ്പ്, ശരീരങ്ങളുടെ റിഡംഷൻ, ശരീരത്തിന്റെ സാൽവേഷൻ, ശരീരത്തിന്റെ രക്ഷ. കേൾക്കുന്നുണ്ടോ? ഈ ശരീരം ഭയങ്കര പന്ന സാധനമാണ്. ആണോ? മേക്കപ്പ് ഒക്കെ ഇട്ടിങ്ങനെ അലങ്കരിച്ച് വെച്ചോ. ഭയങ്കര വെറും പന്ന ശരീരമാണ് എന്ന് പറഞ്ഞാൽ എന്താ? സകലകോടി പിശാചുക്കൾ ഈ അത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒത്തിരി ആള് ഇപ്പൊ ഒരു സാധനം പറഞ്ഞുതരാം. ഇപ്പൊ ഞാനിങ്ങനെ എന്താണ്, ഇന്ന് 2ാം ശനിയാഴ്ചയാണ്. അതുകൊണ്ട് ഞാൻ സാധാരണഗതിയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങും, കുമ്പസാരിക്കും, നല്ല കൃപയിലായിരിക്കാൻ ശ്രദ്ധിക്കും. കാരണം നിങ്ങൾ പാവപ്പെട്ട ജനം വരുന്നതല്ലേ, അപ്പൊ എൻ്റെ ഒരു കുറവ് കൊണ്ട് നിങ്ങൾക്കൊരു നാശം വരാൻ പാടില്ല എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ എന്നെ തന്നെ എല്ലാ അറിയാവുന്ന മാലിന്യങ്ങളിൽ നിന്നും വിശുദ്ധീകരിക്കും. നല്ല മാന്യമായിട്ടൊക്കെ ഇരിക്കും, പ്രാർത്ഥിച്ചൊക്കെ തലേന്നൊക്കെ ഇരിക്കും, അടങ്ങിയൊക്കെ ഇരിക്കും, ടി വി ഒന്നും ഓൺ ചെയ്യത്തില്ല, അങ്ങനെ വാർത്തയൊന്നും കേൾക്കത്തില്ല. അങ്ങനെ ഞാൻ നല്ല വൃത്തിക്കിരിക്കും. കേട്ടോണേ. അങ്ങനെ വന്ന ഞാൻ ഇവിടെ വന്ന് ഇനി പറയുന്ന ഉദാഹരണമാണേ, എഴുന്നേറ്റ് പോയേക്കല്ലേ, ഇനി പറയുന്ന ഉദാഹരണമാണ്, വെറും ഉദാഹരണം. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ബാങ്ക് കൊള്ളയടിക്കാൻ തോന്നുക. കാനറ ബാങ്ക്, സെക്കൻഡ് സാറ്റർഡേ, ഇന്നാരും കാണത്തില്ല, കൊള്ളയടിക്കാം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, എനിക്ക് ബാങ്ക് കൊള്ളയടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം എൻ്റെ അത്യാവശ്യത്തിനുള്ള കാശൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ബാങ്ക് കൊള്ളയടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്നാലും എനിക്ക് തോന്നുകയാണ് സെക്കൻഡ് സാറ്റർഡേ ശുശ്രൂഷയൊക്കെ കഴിയുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇച്ചിരി സമയമുണ്ട്, ബാങ്ക് കൊള്ളയടിച്ച് കളയാം. ഞാൻ ചോദിക്കട്ടെ, ഇത് എവിടുന്ന് വന്നു ഈ ആഗ്രഹം? അപ്പൊ ഞാനൊരു സാധാരണ കരിസ്മാറ്റിക്കാരൻ എന്ന നിലയിൽ ഞാൻ എന്നാ ചെയ്യാൻ പോണെന്നറിയാം? എനിക്ക് എടുക്കാവുന്ന ഏറ്റവും വലിയ കുരിശെടുക്കും. എന്നിട്ട് പന്ന പിശാചെ, ദ്രവ്യാഗ്രഹത്തിന്റെ പിശാചെ, നിന്നെ ഞാൻ ബന്ധിക്കുന്നു. 15 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും തോന്നുകയാണ് കാനറ ബാങ്ക് വേണ്ട, ഫെഡറൽ ബാങ്ക് കൊള്ളയടിക്കാം. പിന്നെ ഞാൻ അടുത്ത അതിനേക്കാൾ വലിയൊരു കുരിശെടുത്തിട്ട് ബന്ധിക്കുന്നു. അന്നേരം തോന്നുകയാണ് അത് വലിയ ഈ മറ്റേ ബാങ്കുകൾ വേണ്ട, സഹകരണ ബാങ്ക് കൊള്ളയടിച്ച് കളയാം. രാത്രിയായിട്ട് ഇത് പോണില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് എവിടുന്ന് വന്നാ? ഇതാരാ കൊണ്ടുവന്നേ? സാത്താൻ അല്ല. നമ്മൾ സാത്താനാന്നാ വിചാരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ആരുടെയും അടുത്ത് പിശാചിന് പ്രലോഭനവുമായി വരേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാ പ്രലോഭനവും നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ട്. വെളിയിൽ നിന്ന് വരേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ശരിയല്ലേ പറയണേ? ഈ ധനമോഹവും ദ്രവ്യാഗ്രഹവും ഈ ദുഷ്ചിന്തകളും അഹങ്കാരവും അസൂയ എല്ലാം നമ്മൾ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിനകത്ത് പിശാചിന് വെളിയിൽ നിന്ന് പിശാചിന് കൊണ്ടുവരണം. ആരുടെ അടുത്തെന്നറിയാം? പാതിരപ്പിയോ, മരിയ വിയാനി, അവർ ഈ ശരീരത്തെ കീഴടക്കിയ ആളുകളാണ്. അതുകൊണ്ടാണ് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഈശോയുടെ അടുത്ത് പിശാച് വെളിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ വിചാരിക്കുകയാണ് പിശാച് നമ്മുടെ അടുത്തല്ലേ, യാതൊരു ആവശ്യമില്ല. പിശാച് നമ്മളെ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാരണം എന്താ പറയുക, നമ്മളല്ലാതെ തന്നെ നശിച്ചോളൂ എന്ന് അവന് അറിയാം. ഇനി പ്രലോഭനം കൊണ്ടുവന്ന് പിശാചിൽ നിന്ന് വെറുതെ എനർജി കളയുന്നു, ഡീസൽ അടിച്ച് വെറുതെ കാശ് കളയുന്ന എന്തിനാണ് ഇവിടെ വരെ വന്നിട്ട്? വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ ശരീരത്തെയാണ് കീഴടക്കേണ്ടത്. പിശാചിനെ കീഴടക്കുന്നതിന് മുമ്പ് എന്തിനെ കീഴടക്കണ്ടേ? ശരീരത്തെ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ശരീരങ്ങളുടെ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ശരീരങ്ങളുടെ വീണ്ടെടുപ്പ്? അതെങ്ങനെയാന്ന് നമ്മൾ 12ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിന്നീട് പറയാം എങ്ങനെയാ ശരീരത്തെ വീണ്ടെടുക്കുന്നത്. അപ്പൊ ഇപ്പൊ പറയാണ് സൃഷ്ടി മാത്രമല്ല, ഉറക്കെ നോക്കി വായിച്ച് മടുത്തോ? സൃഷ്ടി മാത്രമല്ല, ആത്മാവിന്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. അപ്പോ നമ്മുടെ ഉള്ളു കടന്നിട്ട് ആത്മാവ് കടന്നിട്ട് ശരീരമേ വീണ്ടെടുക്കപ്പെടണം, ശരീരം വീണ്ടെടുക്കപ്പെടണം, ഇതിനു വേണ്ടി ആഗ്രഹിക്കും. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. ഏത് പ്രത്യാശ? ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. ഇത് പറഞ്ഞാൽ നിർത്താം, അല്ലെ നിർത്തത്തില്ല. പറ. ശരീരങ്ങൾ ഒരിക്കൽ എൻ്റെ ശരീരം വീണ്ടെടുക്കപ്പെടും. ഇത് വായിച്ച് ഫിലിപ്പി 3
20. ഫിലിപ്പി 3:20. ഫിലിപ്പി 3:20 ഒന്ന് വായിച്ചേ. സോറി 21. ഫിലിപ്പി 3:21. സകലത്തെയും ഉറക്കെ വായിക്കുക എല്ലാവരും ഒന്ന് വായിച്ചേ പ്ലീസ്. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ആമേൻ കേട്ടില്ല? ഇതാണ് ആ പ്രത്യാശ. ഈ പ്രത്യാശയോടാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണെന്നറിയാമോ? എന്റെ ഈ പന്ന ശരീരം, എന്റെ ഈ സകല പാപമുള്ള ശരീരം ഒരിക്കൽ യേശുവിന്റെ ശരീരം പോലെ രൂപാന്തരപ്പെടും, മാറും, രൂപാന്തരപ്പെടും. ഉറക്കെന്ന് വായിച്ചേ. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ഒന്നുകൂടെ വായിക്കത്. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ. ആമേൻ. അപ്പൊ ഈ പ്രത്യാശ സൃഷ്ടി മാത്രമല്ല, ആത്മാവിന്റെ അടുത്ത വാക്യം 24. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. കണ്ടുകഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയല്ല. താൻ കാണുന്നതിനെ ഒരുവൻ എന്തിന് പ്രത്യാശിക്കണം? അടുത്ത വാക്യം. എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കും. അപ്പൊ ഈ പ്രത്യാശ, അതായത് ഒരിക്കൽ നമ്മുടെ ശരീരം, അപ്പൊ മഹത്വീകരണം പ്രാപിക്കുന്നതിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ശരീരം വീണ്ടെടുക്കപ്പെടും. ഈ പ്രത്യാശയോടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അടുത്തോ? ഓക്കെ. അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ കൊണ്ടുവന്ന് നിർത്താം. അപ്പൊ റോമാലേഖനത്തിന്റെ 14 മുതൽ 25 വരെ നമ്മൾ ഇന്ന് പഠിച്ചു. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി.